ആസ്താം താവതിയം പ്രസൂതി സമേ ദുർവാരശൂലവ്യഥാം നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാ ച സാംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയ തസ്യൈ ജനന്യൈ നമഃ. അഖിലാൻ അപരാധാൻ മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. മന്ദസ്മിതമുഖം ഭോജം വാസുദേവമഹാശയം ശ്രീഗുരും തമഹം വന്ദേ വാക്യബോധാർത്ഥസിദ്ധയേ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീമക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുഗം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേഃ തനും ദേ ചരിതൈ സ്തുതീയൈ യഥാമതിസ്ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുതേശാം. വംശീ വിഭൂഷിതകരാന്നവനീരദാഭാത് പീതാംബരാദരുണബിംബഫലാധരോഷ്ഠാത് പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. മാതസ്ത്വച്ചരണാരവിന്ദവിഗളന്മാധ്വീഗണാസ്വാദന പ്രോദ്യൽപുണ്യധുതാഖിലാശുഭദതി ശംഭോ കടാക്ഷാഞ്ജിത. ശ്രീകൃഷ്ണാഘ്രിസരോജഹംസനികരൈ സാഗം തദീയം കഥാം ആസേവേ ശബരീഗിരീശകൃപയാ തത്തുല്യയാ ഭദ്രയാ. മോഹാന്ധം നിന്ദ്യനിന്ദ്യം നിഗമഗണപരിഭ്രഷ്ടമിഷ്ടൈർവിമുക്തം പാതാളേ പാത്യമാനം പരിജനപണിഭിഃ കാമിനീഭിശ്ച ശശ്വൽ. ശ്രീകൃഷ്ണപ്രേമതൃഷ്ണാവിവശം ഐജവാദാകലയ്യാപരാധം ക്ഷാന്ധ്വാ സർവം ശിവേ മാം കലയ. ഹരികഥാമാത്രമിത്രം പവിത്രം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. അനവധി മഹാത്മാക്കളുടെ മുമ്പിലാണ് ഇപ്പോൾ ഭാഗവതം പറയാൻ ഇരിക്കുന്നത്. വേദാന്ത സ്വാമിയെ പോലെയുള്ള ആൾക്കാരൊക്കെ മുമ്പിൽ തന്നെ ഉണ്ട്. ഭഗവാൻ എങ്ങനെയാണോ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്, എങ്ങനെ അനുവദിക്കുന്നു, ആ രീതിയിൽ ഭഗവത് കഥകളെ പറയാൻ ശ്രമിക്കാം. ഇന്ന് നമുക്ക് പ്രഭാഷണത്തിന് കിട്ടിയിരിക്കുന്ന വിഷയം വാമനാവതാര ചരിത്രമാണ്. ഭാഗവതം മാഹാത്മ്യം മുതൽ തന്നെ നമ്മളെ 3 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവത് സാക്ഷാത്കാരത്തിന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാണ് ആവശ്യം. അതിൽ ഭക്തിയുടെ മക്കളായിട്ട് ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും അവിടെ അങ്ങനെ കാണിച്ചു തന്നിരിക്കുന്നു. അതായത് ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ ജ്ഞാനവും വൈരാഗ്യവും ലഭിക്കും എന്നർത്ഥം. ക്രമേണ ജ്ഞാനവും വൈരാഗ്യവും ഭക്തി നമുക്ക് നൽകും എന്നർത്ഥം. എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് പല കഥകളിലും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് നാരായണപരോ മായാം അഞ്ചസ്തരതി ദുസ്തരാം എന്ന്. ഭാഗവത്തിലെ അവസാനം നിഭിനവയോഗ സംഭവത്തിൽ പറയും. എങ്ങനെ മായയെ കടക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നാരായണപരനായി തീരുക എന്നുള്ളതാണ്. ഭഗവത് ഭക്തന്മാർ മായയെ വളരെ നിസാരമായിട്ട് കടക്കണം എന്നാണ്. അതുതന്നെ ബ്രഹ്മാവിൻ്റെ ഭഗവത് സ്തുതിയിലും കേൾക്കാം. കുർവന്തി ഗോവത്സപദം ഭവാബ്ധിം. ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ആളുകൾ മായയെ ഈ പശുക്കുട്ടിയുടെ കുളമ്പടിയിൽ
നിറഞ്ഞു കിടക്കുന്ന വെള്ളം കടക്കണത് പോലെ നിസാരമായിട്ട് കിടക്കും എന്നാണ് പറയുന്നത്. പശുക്കുട്ടി ചവിട്ടിയ കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടന്നാൽ അത് കടക്കാൻ വേണ്ടിയിട്ട് ആർക്കും തോണിയുടെ ആവശ്യമില്ല. ഉണ്ടോ? ആ തോണിയൊന്നും വേണ്ട, വെറുതെ കാലൊന്നും അങ്ങോട്ട് എടുത്തു വെച്ചാൽ മതി. ഇതേപോലെ സംസാരസാഗരത്തെ കടക്കാൻ ഭഗവത് ഭക്തന്മാർക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കും എന്ന് ഭാഗവതം പറയണം. അപ്പോൾ മായയാണ് ഈ സംസാരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മായ ഭഗവാന്റെ തന്നെ ശക്തിയാണ്. ഈ മായ നിമിത്തം 3 തരത്തിലുള്ള ഏഷണകൾ നമുക്കുണ്ടാവണം. പുത്രേഷണ, ധാരേഷണ, വിത്തേഷണ, ലോകേഷണ, അല്ലേ? 3 തരത്തിലുള്ള ഏഷണകൾ ഉണ്ടായിത്തീരുന്നുണ്ട്. അതിൽ ധാരേഷണ എന്ന് പറഞ്ഞാൽ ആദ്യം അതാണ് പറയണത്, ഭാര്യ മക്കൾ തുടങ്ങിയതായ വിഷയങ്ങളിൽ ഉണ്ടാവുന്നതായ ആസക്തി. ഇനി അത് ദശമസ്കന്ധത്തിൽ തീർത്ഥയാത്രയെപ്പറ്റി വർണ്ണിക്കുന്ന സമയത്ത് ഭഗവാനും മുനിമാരും തമ്മിലുള്ളതായ സംഭാഷണത്തിലും വസുദേവ നാരദ സംവാദത്തിലൊക്കെ ആയിട്ട് നമുക്ക് കടന്നു വരുന്നത് കാണാം. ആ ധാരേഷണയെ എങ്ങനെ കടക്കാം എന്നുള്ളത് ഇതിനു മുമ്പ് പറഞ്ഞതായിട്ടുള്ള ഗജേന്ദ്രോപാഖ്യാനം എന്നുള്ള കഥയിലൂടെ പറഞ്ഞു വന്നു. കുടുംബാസക്തമതിയായിട്ടുള്ള ഒരാൾ കുടുംബപോഷായ വിജൻ ആയുസ്സിനെ കളഞ്ഞ് അവസാനം മൃത്യു വന്നെടുക്കുന്ന സമയത്ത് ഈശ്വരനല്ലാതെ വേറൊരാളില്ല ആശ്രയം എന്നുള്ളത് തിരിച്ചറിയുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു പടി കയറിയിട്ട് വീണവനെ പോലെ എന്ന ഭാഗവത ഏകാദശത്തിൽ പറയുന്നത് കേൾക്കാം, അല്ലേ? തമ ആരൂഢച്യുതം വിധു എന്നാണ്. ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ആ മനുഷ്യജന്മത്തിൽ മോക്ഷദ്വാരത്തെ അങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് കണ്ടിട്ടും അതിലേക്ക് കടക്കാൻ ശ്രമിക്കാതെ കണ്ട് ഭാര്യാപുത്രന്മാരെ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയതാകുന്ന വിഷയങ്ങളിൽ മുഴുകിക്കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ആരൂഢച്യുതൻ എന്ന് വിളിക്കണം എന്നാണ്. അനേകം പടികൾ കയറിയിട്ട് താഴത്തേക്ക് വീണവൻ എന്ന് പറയണം എന്ന് ഭാഗവതം പറയണം. അപ്പോൾ അങ്ങനെ ഒരാളായി തീരാതെ ഈ വിഷയങ്ങളിൽ നിന്ന് കടക്കാനുള്ള വഴിയാണ് ഗജേന്ദ്രോപാഖ്യാനം എന്നുള്ള കഥയിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി ഇതാ അടുത്ത ഏഷണം, വിത്തേഷണം. സമ്പത്ത് ഉണ്ടാവണം എന്നുള്ളതായ ആഗ്രഹം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്നുള്ളത് വാമനാവതാര ചരിത്രത്തിലൂടെ പറഞ്ഞു തരികയാണ്. കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാബലിയുടെ കഥ. ഈ ലോകത്തെ മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കി തീർത്ത മഹാബലി അവസാനം മഹാനായി തീരുന്നത് ഭഗവാന്റെ മുമ്പിൽ സർവത്തിനെയും സമർപ്പിക്കുന്ന സമയത്താണ്. അപ്പോൾ കിട്ടുന്ന സമ്പത്തൊക്കെ ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മഹാനായി തീരാം എന്നുള്ളത് കാണിച്ചു തരണം. ഭഗവാൻ തന്നെ അവരെ കൈപിടിച്ചുയർത്തും. എന്തെങ്കിലും ഒരു പതനം ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അച്യുതനായിട്ടുള്ള ഭഗവാൻ, ചുതിയില്ലാത്തവനും ചുതിയിൽ നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്തുന്നവനുമായ ഭഗവാൻ തന്നെ വന്ന് നമ്മളെ കൈപിടിച്ചുയർത്തും എന്നുള്ളതും, എങ്ങനെ നമ്മൾ ഭഗവാനെ ആശ്രയിക്കണം എന്നുള്ളതും, ആത്മനിവേദനം എന്നുള്ളതും ഇവിടെ വാമനാവതാര ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പരീക്ഷിത് മഹാരാജാവ് ഭഗവത് കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീശുക ബ്രഹ്മമഹർഷിയോട് ചോദിക്കുകയാണ്, ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നവനായ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് ഒരു രാജാവിൻ്റെ മുമ്പിൽ, അത് മഹാബലിയുടെ മുമ്പിൽ ചെന്ന് 3 അടി മണ്ണ് ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തേ ഭഗവാൻ അങ്ങനെ ചെയ്യാൻ കാരണം? അതൊന്ന് പറഞ്ഞു തരണേ എന്ന് പരീക്ഷിത് മഹാരാജാവ് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ശ്രീശുക ബ്രഹ്മമഹർഷി ആ കഥ പറയാൻ തുടങ്ങുകയാണ്. മുമ്പ് ദേവാസുര യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് അസുരന്മാരെ പരാജയപ്പെടുത്തിയ സമയത്ത് അസുരന്മാരുടെ രാജാവായിരുന്ന ഇന്ദ്രസേനൻ തൻ്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, ഇപ്പോൾ സത്വഗുണത്തിൻ്റെ വൃദ്ധികാലമാണ്. സത്വഗുണത്തിൻ്റെ വൃദ്ധികാലമാവുന്ന സമയത്ത് ഭഗവാൻ ദേവന്മാരെ സഹായിക്കും. രജോ ഗുണത്തിൻ്റെ വൃദ്ധികാലാവുമ്പോൾ ഗന്ധർവന്മാരെ തുടങ്ങിയവരെയൊക്കെ സഹായിക്കും, യക്ഷന്മാരെയൊക്കെ. തമോ ഗുണത്തിൻ്റെ വൃദ്ധികാലാവുമ്പോൾ ഭഗവാൻ ആരുടെ കൂടെ നിൽക്കുന്നതായിട്ട് തോന്നും? അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയൊക്കെ കൂടെ നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇപ്പോൾ സത്വഗുണത്തിൻ്റെ വൃദ്ധികാല, ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാലചക്രം മാറി മറിയും. കാലസ്വരൂപിയായിട്ടിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഭാഗത്തെത്തുമ്പോഴേക്കും നമുക്ക് ഈ ദുഃഖത്തെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാണ് ഇന്ദ്രസേന രാജാവ് തൻ്റെ കൂട്ടുകാരെയും കൂട്ടി രസാതലത്തിലേക്ക് പോയത്. പിന്നെ ഇതാ കാലചക്രം മാറി മറിഞ്ഞു. തമോ ഗുണത്തിൻ്റെ വൃദ്ധികാലമായി ഭഗവാന്റെ അസുരന്മാരുടെ ഭാഗത്തായി. അതോടുകൂടിയിട്ട് അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഗംഭീരമായ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ദേവന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തി അസുരന്മാർ ത്രൈലോക്യാധിപത്യം നേടി എന്ന് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ട് ഇന്ദ്രസേനൻ, വിരോചനൻ്റെ പുത്രനായിട്ടുള്ള
ഇന്ദ്രസേനൻ അധിപതിയായിട്ട് തീരുകയും ചെയ്തു, അഭിഷിക്തനായിട്ട് തീരുകയും ചെയ്തു. അങ്ങനെ ഇവരെല്ലാവരും ദേവന്മാരെല്ലാവരും ദേവലോകത്തുനിന്ന് നിഷ്കാസിതന്മാരായ സമയത്ത് ദേവമാതാവായിട്ടുള്ള അതിഥി തൻ്റെ ഭർത്താവായിട്ടുള്ള കശ്യപനെ അങ്ങനെ ശുശ്രൂഷിക്കുകയാണ്. അത് നമുക്ക് 16-ാമത്തെ അധ്യായത്തിൽ കേൾക്കാം. ഒരിക്കൽ കശ്യപ മഹർഷി ആശ്രമത്തിൽ എത്തിച്ചേർന്ന സമയത്ത് ആ പത്നി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ അങ്ങനെ ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷിക്കുന്ന സമയത്താണ് കശ്യപ പ്രജാപതി നോക്കുമ്പോൾ തൻ്റെ ഭാര്യയുടെ മുഖത്തൊരു വിഷമമൊക്കെ കാണാനുണ്ട്. എന്താ ഈ വിഷമത്തിന് കാരണം? ഭാര്യയോട് ചോദിക്കുകയാണ് അദ്ദേഹം. അപ്യഭദ്രം ന വിപ്രാണാം ഭദ്രേ ലോകേധുനാഗതം ന ധർമ്മസ്യ ന ലോകസ്യ മൃത്യോശ്ചന്ദാനുവർത്തിന അഭിവാ അകുശലം കിഞ്ചിൽ ഗൃഹേഷു ഗൃഹമേധിനി ധർമ്മസ്യ അർത്ഥസ്യ കാമസ്യ എത്ര യോഗോ ഹ്യയോഗിനാം അഭിവാ അതിഥയോഭ്യേത്യ കുടുംബാസക്തയാ ത്വയാ ഗൃഹാത് അപൂജിതായാത പ്രത്യുത്ഥാനേന വാ ക്വചിൽ. ഇതിലൂടെ ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മത്തെ തന്നെയാണ് ഈ കശ്യപ പ്രജാപതി നമുക്ക് കാണിച്ചു തരുന്നത്. തൻ്റെ ഭാര്യയ്ക്ക് സങ്കടമുണ്ടായി എന്നുള്ളത് അവിടെ കാണിച്ചു തരണം. ആദിത്യന്മാരുടെയൊക്കെ അമ്മയാണ് അതിഥി. ആ അതിഥി ധർമ്മങ്ങളൊക്കെ വേണ്ട പോലെ അറിഞ്ഞവളാണ്. ആ ധർമ്മങ്ങൾ എന്തെങ്കിലും പാലിക്കാതിരുന്നത് കൊണ്ടാണോ ഈ അതിഥിക്ക് സങ്കടമുണ്ടായത് എന്നറിയാൻ വേണ്ടിയിട്ട്, ആ ഗൃഹസ്ഥധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ കശ്യപ പ്രജാപതി ഭാര്യയോട് ചോദിക്കുകയാണ്, എന്താ നിൻ്റെ ദുഃഖത്തിന് കാരണം? എന്താ ദുഃഖത്തിന് കാരണം? ഈ ധർമ്മങ്ങളെ തന്നെ വേണ്ട പോലെ അനുഷ്ഠിച്ചിരുന്നാൽ, തപസ് ചെയ്തില്ലെങ്കിലും ജ്ഞാനമുണ്ടായില്ലെങ്കിലും ഭഗവത് ഭക്തി കൈവരും. ആ ഭഗവത് ഭക്തിയിലൂടെ ഭഗവത് സാക്ഷാത്കാരം നേടിയെടുക്കാനും സാധിക്കും. ഗൃഹസ്ഥധർമ്മങ്ങളെ പ്രത്യേകിച്ചു ഗൃഹസ്ഥൻ്റെ ധർമ്മത്തെ വേണ്ട പോലെ അനുഷ്ഠിക്കുന്ന ഒരാൾ വളരെ സുഖകരമായിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഗൃഹസ്ഥധർമ്മങ്ങളെ പറ്റിയിട്ടാണ് പറയണത്. വീട്ടിലെത്തിച്ചേർന്നതായിട്ടുള്ള അതിഥികളെ ശുശ്രൂഷിക്കാതിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും സജ്ജനങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടായതായിട്ട് നീ കേട്ടുവോ? ഇതൊക്കെ ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. സജ്ജനങ്ങളെ ശുശ്രൂഷിക്കുക. പല ആളുകളും പല സമയത്തും പറയുന്നത് കേൾക്കാറുണ്ട്, ഗൃഹസ്ഥനാവാണ്ടിരിക്കുക ഭേദം എന്നൊക്കെ. പക്ഷേ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ, മറ്റ് ആശ്രമങ്ങൾക്കും കൂടി ആശ്രയമായിട്ടിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമമാണ്. ബ്രഹ്മചാരികളും വാനപ്രസ്ഥന്മാരും സന്യാസിമാരും ഒരുപോലെ ഗൃഹസ്ഥാശ്രമികളെ ആശ്രയിച്ചായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ലോകത്തുള്ള സകല ഭൂതങ്ങളും ഗൃഹസ്ഥാശ്രമികളെ ആശ്രയിച്ച് തന്നെ ഇരിക്കുന്നത്. എല്ലാ ഭൂതങ്ങൾക്കും നമ്മുടെ ഒരു കടമയാണ്. കാക്കയ്ക്ക് ചോറ് കൊടുക്കുക, പൂച്ചയ്ക്ക് ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ ഉറുമ്പിന് വരെ ചോറ് കൊടുക്കണ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നവരാണ്. ഇതൊക്കെ നമ്മുടെ ഭൂതയജ്ഞത്തിൽ പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ആശ്രയമായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമത്തെ വേണ്ട പോലെ അനുഷ്ഠിക്കാൻ സാധിക്കാത്തതാണോ നിൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് ഇവിടെ ആ കശ്യപ പ്രജാപതി ഭാര്യയായിട്ടുള്ള അതിഥിയോട് ചോദിക്കുമ്പോൾ ആ അതിഥി പറയാണ്, ഭഗവാനെ, എനിക്ക് ആകെ ഒന്നേ പറയാനുള്ളൂ, എൻ്റെ മക്കൾക്ക് അവർക്ക് പോയതായിട്ടുള്ള ത്രൈലോക്യ ആധിപത്യം തിരിച്ചു കിട്ടണം. അതാണ് എൻ്റെ വിഷമത്തിന് കാരണം എന്നാണ്. അതിഥിയുടെ അനുജത്തിയാണ് ദിതി. ദിതിയുടെ പുത്രന്മാരാണ് ദൈതയന്മാർ. ധനുവിൻ്റെ പുത്രന്മാരാണ് ദാനവന്മാർ. ഇവരൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഇന്ദ്രസേനൻ്റെ കീഴിൽ ജീവിക്കുന്നത്. തൻ്റെ സഹോദരിയുടെ പുത്രന്മാർ ത്രൈലോക്യാധിപത്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് അതിഥി എന്ന അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നു. എന്ന് മാത്രമല്ല, തൻ്റെ മക്കൾ അവരുടെ സ്ഥാനത്ത് നിന്ന് നിഷ്കാസിതന്മാരായിട്ട് മാറുകയും ചെയ്തു. ഇതിൽ നിന്നുണ്ടാവുന്ന ദുഃഖമാണ് തൻ്റെ ഭാര്യയായ അതിഥിക്ക് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? അദ്ദേഹം പറയാണ്, അഹോ മായാബലം വിഷ്ണോഹോ സ്നേഹബദ്ധമിതം ജഗൽ. ഇതാണ് ഭഗവാന്റെ മായയുടെ ബലം. സ്നേഹബദ്ധമിതം ജഗത് എന്ന് പറയും. നമ്മുടെ എല്ലാവരുടെയും ദുഃഖത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അഹം മമ, ഈ രണ്ട് ഭാവങ്ങൾ, ഞാനെന്നും എൻ്റേതെന്നുമുള്ളതായ ഭാവം നിമിത്തമാണ് നമുക്ക് സകല ദുഃഖങ്ങളും ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ടാണ് കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിച്ചത്, ഭഗവാനെ, എനിക്കങ്ങനെ എൻ്റേതെന്നോ ഞാനെന്നുള്ളതായൊരു ഭാവം ഉണ്ടാവരുതേ എന്ന്. അങ്ങനൊരു ഭാവം ഉണ്ടെങ്കിൽ ആ ഭാവത്തെ തന്നെ അറുത്ത് കളയേണ്ടത് ആരാ? ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ സർവാത്മനെ ആശ്രയിക്കുക. ഭഗവാനെ, ഈ ഞാനെന്നും എൻ്റേതെന്നുള്ളതായ ഭാവം എന്നിൽ നിന്നും ഇല്ലാതെയാവണേ, പകരം എല്ലാം ഈശ്വരമയമാണ്, ഈശ്വരൻ്റേതാണ് എന്നുള്ള ഭാവത്തോടു കൂടി ഈ പ്രപഞ്ചത്തെ സമീപിക്കാൻ എനിക്ക് സാധിക്കണേ എന്ന് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നോക്കൂ, നമ്മുടെ വീട്ടിലൊരു കുട്ടി, സ്കൂളിൽ പോകുന്ന കുട്ടി, എല്ലാ ദിവസവും വൈകിട്ട് 3:30 ആകുമ്പോൾ തിരിച്ചു വരാറുണ്ട്. ഒരു ദിവസം 3:30 ആയിട്ട്
തിരിച്ചു വന്നില്ല. 3:35 നല്ല വിഷമായി. 3:40 പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിൻ്റെ അവിടെയൊക്കെ ചെന്ന് നോക്കി, കുട്ടി എന്തേ വരാൻ താമസിക്കുന്നു, കുട്ടി എന്തേ വരാൻ താമസിക്കുന്നു. 3:45 ആയപ്പോഴേക്കും ഫോൺ എടുത്തു, സ്കൂളിലേക്ക് വിളിച്ചു. അപ്പോഴാണ് സ്കൂളുകാർ പറയണത്, അതോ കൃത്യസമയത്ത് തന്നെ കുട്ടി ഇവിടുന്ന് പോയിണ്ടല്ലോ, അയ്യോ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല, എന്നാൽ നിങ്ങൾ വേഗം ഒന്ന് അന്വേഷിച്ച് നോക്കൂ. അവർ പറഞ്ഞു. അപ്പോഴേക്ക് ആകെ പരിഭ്രമമായി. പുരുഷന്മാരെയൊക്കെ ഫോൺ ചെയ്ത് വരുത്തണു, വണ്ടി എടുക്കണു, കുട്ടി അന്വേഷിച്ച് പോകണു, കരയണു. അങ്ങനെ നിലവിളിയായി, ബഹളമായി. എത്ര ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് അല്ലേ, എത്ര വിഷമം അനുഭവിക്കുന്നുണ്ടാവും. ഇതേ സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് പകരം തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ് ഇല്ലാണ്ടായതായാലോ, കാണാതായതെങ്കിലോ. നമ്മുടെ വീട്ടിലെ കുട്ടിയെ കണ്ടില്ല, നമുക്ക് വിഷമമായി. അടുത്ത വീട്ടിലെ കുട്ടിയെ കണ്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി പറയും, അല്ലെങ്കിലും അവനിങ്ങനെയാണ്, അവൻ്റെ പോക്ക് അത്ര ശരിയല്ല എന്നുള്ളത് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറയും. എല്ലാവരും പറയുന്നല്ല പറഞ്ഞത്, സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു ചിന്താഗതിയാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ സന്ദർഭത്തിൽ നമുക്ക് വിഷമം ഉണ്ടായി, രണ്ടാമത്തെ സന്ദർഭത്തിൽ അത്ര കണ്ട് വിഷമം ഉണ്ടായില്ല. എന്താ കാരണം? കുട്ടിയാണോ കാരണം? കുട്ടിയാണോ നമുക്ക് വിഷമം ഉണ്ടാക്കിയത്? പിന്നെ ആരാ വിഷമം ഉണ്ടാക്കിയത്? എൻ്റെ കുട്ടി എന്നുള്ള ചിന്തയാണ് നമുക്ക് വിഷമം ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, എൻ്റെ എന്നുള്ള ചിന്ത എവിടെ വന്നാലും അവിടെ ദുഃഖം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനെന്നും എൻ്റേതെന്നുമുള്ളതായ ചിന്തയാണ് ഈ ദുഃഖത്തിന് മുഴുവൻ കാരണം. അതുകൊണ്ടാണ് കുന്തിദേവി പ്രാർത്ഥിച്ചത്, ഈ സ്നേഹം സ്വജനബന്ധുഷു വൃഷ്ണിഷു, അതിനെ എന്തു ചെയ്യണം, ഭഗവാൻ തന്നെ എന്തു ചെയ്യണം, അറുത്ത് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചത്. മനസ്സിൻ്റെ അശുദ്ധിക്ക് കാരണവും അത് തന്നെയാണ് എന്ന് കപിലോപദേശത്തിൽ നമുക്ക് കേൾക്കാം. അഹം മമാഭിമാനോദ്ധൈ കാമലോഭാദിഭിർമലേ വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. ഈ അഹം മമ എന്നുള്ളതായ ഭാവം ഉണ്ടല്ലോ, ഈ ഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയാൽ തന്നെ മനസ്സ് ശുദ്ധമായി തീരും. ആ സമയത്ത് അദുഃഖം അസുഖം സമം, സുഖവും ദുഃഖവും ഒരുപോലെയായി തീരാനുള്ള ഒരേ ഒരു വഴിയായി പറയുന്നത് എന്താ? അത് ഈ അഹം മമ എന്നുള്ളതായ ഭാവം പോകണം. ഇതൊക്കെ ഭഗവാൻ എന്നെ ഏൽപ്പിച്ചതാണ്. കുറച്ചു കാലം ഭഗവാൻ അതിൻ്റെ ഒരു കാവൽക്കാരനായിട്ട് അതിനെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ അതിനെ എടുത്തു എന്നുള്ള തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ സമീപിക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ മമതാബന്ധത്തെ ഒഴിവാക്കാൻ സാധിക്കും. ആ മമതാബന്ധം എല്ലാ ദുഃഖത്തിനും കാരണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഇത് ദേവമാതാവായിട്ടുള്ള അതിഥിക്ക് പോലും അതിൽ നിന്ന് രക്ഷ കിട്ടിയിട്ടില്ല എന്നാണ്. അഹോ മായാബലം വിഷ്ണു, ഭഗവാന്റെ മായയുടെ ബലതാണ്. മായയെ മനസ്സിലാക്കാനൊന്നും ആർക്കും സാധിക്കുകയില്ല. മായയെ മനസ്സിലാക്കാൻ സാധിച്ച പല ആൾക്കാരും മായയുടെ പിടിയിൽപ്പെട്ട് വട്ടം കറങ്ങിയ ചരിത്രമേ ഉള്ളൂ. അത് ഉദാഹരണമാണ് മാർക്കണ്ഡേയൻ്റെ ചരിത്രം ഭാഗവത്തിൽ പറയുന്നുണ്ട്, നാരദ മഹർഷിയുടെ കഥയുണ്ട്, ഗാധിയുടെ ചരിത്രം യോഗവാസിഷ്ഠത്തിലൊക്കെ കേൾക്കാം. ഗാധി എന്ന് പറയുന്നതായിട്ടുള്ള രാജാവ് അല്ലെങ്കിൽ രാജർഷിയായിട്ടുള്ള അദ്ദേഹം മായ കാണാൻ പുറപ്പെട്ട് വട്ടം കറങ്ങിയ കഥ. അപ്പോൾ ഈ മായയുടെ വലിപ്പം അല്ലെങ്കിൽ മായയുടെ മഹത്വം അത് ഒരാളെ വെറുതെ വിടുന്നില്ല എന്നാണ്. ഇതിൽ നിന്ന് കടക്കാൻ എന്താ വഴി? ഭഗവാനെ ഭക്തിയോടുകൂടി ഉപാസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും കൂടി ഉദ്ദേശിച്ചിട്ടാണോ എന്നറിയില്ല. ഇവിടെ ആ അതിഥിയോട് ഭർത്താവായിട്ടുള്ള കശ്യപ പ്രജാപതി പറയുകയാണ്, ഉപതിഷ്ഠസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം, ഭഗവാനെ ആശ്രയിക്കൂ, അതല്ലാതെ ഇതിന് മരുന്നൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഏതിന്? നിൻ്റെ ദുഃഖത്തിനും നിൻ്റെ ഈ അവസ്ഥയ്ക്കും. ഇതിന് മരുന്നെന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഭഗവാനെ ആശ്രയിക്കുക. സർവഭൂത ഗുഹാവാസനായിരിക്കുന്ന ആ വാസുദേവനെ, സാക്ഷാൽ ശ്രീനാരായണൻ, വാസുദേവൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ വാസുദേവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? വാസു കൊണ്ട് ദേവനം ചെയ്യുന്നവനാണ് വാസുദേവൻ. വാസു എന്നുള്ള വാക്കിന് മായ എന്നർത്ഥമുണ്ട്. ദേവനം ചെയ്യുക, ക്രീഡിക്കുക, കളിക്കുക. അപ്പോൾ മായ കൊണ്ട് കളിക്കുന്നവനായ ഭഗവാനെ, വാസുദേവനായിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കൂ. അതിലൂടെ മാത്രമേ ഈ ദുഃഖത്തെ തരണം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് കശ്യപ പ്രജാപതി പറഞ്ഞു. അപ്പോഴാണ് ചോദിക്കുന്നത്, എങ്ങനെ ഭഗവാനെ പൂജിക്കണം? കേനാഹം വിധിന, ഏത് വിധിയിലാണ് ഭഗവാനെ പൂജിക്കേണ്ടത്? അങ്ങനെ ഭഗവാനെ പൂജിക്കാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. ഫാൽഗുന മാസത്തിലെ അമലമായിട്ടുള്ള പക്ഷത്തിലെ വെളുത്ത പക്ഷത്തിൽ 12 ദിവസം പയോവ്രതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം
പറഞ്ഞു കൊടുത്തു എന്നാണ്. ആ പയോവ്രതത്തിൻ്റെ വിധി പറഞ്ഞു കൊടുത്തു. ഭഗവാനെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ആ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഭഗവാനെ ഉപാസിക്കാനുള്ളതായ മന്ത്രമാണ്. ആ മന്ത്രങ്ങളെ കൊണ്ട് ഭഗവാനെ ഉപാസിച്ച് പൂജയും നിവേദ്യവും ഒക്കെ സമർപ്പിച്ചതിന് ശേഷം ബ്രാഹ്മണരെ സജ്ജനങ്ങളെയൊക്കെ കാലുകഴുകി ചൂട്ടി അതിനുശേഷം താനും ആ ഭഗവത് നിവേദ്യത്തെ ഭക്ഷിച്ചും കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആ പയോവ്രതത്തെ പറ്റി പറഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ ആ അതിഥി തൻ്റെ ഭർത്താവ് നിർദ്ദേശിച്ചതായ പ്രകാരത്തിൽ ഭഗവാനെ ഉപാസിച്ചു. ഭഗവാനെ 12 ദിവസങ്ങൾ കൊണ്ട് 12 ദിവസങ്ങൾ കൊണ്ട് സാക്ഷാത്കരിച്ചു എന്നാണ്. അത് അവിടെ ഭഗവാൻ മനസ്സിനെ ഏകാഗ്രമാക്കി അതുപോലെ തന്നെ ബുദ്ധിയെ ഭഗവാനിൽ ഉറപ്പിച്ച് ആ പയോവ്രതം അനുഷ്ഠിച്ച സമയത്ത് ഭഗവാൻ അതിഥിയുടെ മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. തസ്യാ പ്രാദുരഭൂത്താത ഭഗവാൻ ആദിപൂരുഷ പീതവാസ ചതുർബാഹു ശംഖചക്രഗദാധര. സർവ്വ വൈഷ്ണവ ചിഹ്നങ്ങളോടും കൂടിയിട്ട് 4 തൃക്കൈകളുടെ ശംഖചക്ര ഗദാപത്മങ്ങളോടും കൂടിയിട്ട് ഭഗവാൻ അതിഥിയുടെ മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. സാധാരണക്കാർക്ക് അങ്ങനെ ഭഗവാനെ കാണാൻ സാധിക്കില്ല കേട്ടോ. ഭഗവാൻ നേരത്തെ തന്നെ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട്, അവിവക്വകഷായാണാം ദുർദർശോഹം കുയോഗിനാം. എന്നാൽ ഇപ്പോൾ ആ ഉള്ളിലുള്ളതായ ഭേദഭാവങ്ങളൊക്കെ മാറ്റിവെച്ച് ഭഗവാനെ നമസ്കരിച്ചപ്പോൾ നേത്രഗോചരനായിട്ട് മാറി ഭഗവാൻ. ഇവിടെ ഭഗവാൻ മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അങ്ങനെ നമസ്കരിച്ച് ഭഗവാനെ സ്തുതിക്കുകയാണ്. യജ്ഞേശ യജ്ഞപുരുഷാച്യുതാ തീർത്ഥപാദ തീർത്ഥശ്രവ ശ്രവണമംഗള നാമധേയ. യജ്ഞങ്ങൾക്ക് അധിപതിയായിട്ടുള്ളവേ, യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാനെ, ചുതിയിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്നവനായിട്ടുള്ള ഭഗവാനെ, തീർത്ഥപാദനായിരിക്കുന്ന ഭഗവാനെ, കേൾക്കുന്ന മാത്രയിൽ തീർത്ഥത്തിൽ കുളിക്കുന്നതിൻ്റെ ആ ഒരു പുണ്യത്തെ നൽകുന്നവേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കണു. എൻ്റെ മക്കൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖത്തിനൊരു അറുതി വരുത്തണേ എന്നാണ് ഇവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയാണ്, ദേവമാതാവേ, അമ്മയുടെ ആഗ്രഹമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ അതിൻ്റെ സമയമല്ല എന്നാണ് പറയുന്നത്. ഓരോന്നിനും ഓരോ സമയമുണ്ട്. അവരുടെ ഗുരുനാഥനെ ആശ്രയിച്ച് എന്നെ പൂജിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അവരുടെ ഭാഗത്ത് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഒരു അധർമ്മം ചെയ്യാതിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ശരിയാണോ? അല്ലല്ലോ. അതുകൊണ്ട് കുറച്ച് കാലം ഒന്ന് ക്ഷമിക്കണം. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം എന്നാണ് പറയണത്. അങ്ങനെ ആ ഭഗവാൻ അതിഥിയെ അനുഗ്രഹിച്ച് അതിഥിയെ ആശ്വസിപ്പിച്ച് അവിടുന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു എന്നാണ്. ഏതായാലും ദുർലഭനായിരിക്കുന്ന ഭഗവാനെ തനിക്കൊന്ന് കാണാൻ സാധിച്ചുവല്ലോ എന്നുള്ളതായ ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് അതിഥി പോയിട്ട് ഭർത്താവിനെ സമീപിച്ചു. ഭർത്താവിനെ ഇതാ പഴയതുപോലെ ശുശ്രൂഷിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ആ കശ്യപൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള ഭഗവാൻ അതിഥി ഗർഭത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചു. അതിഥി ഗർഭത്തിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടപ്പോൾ ഹിരണ്യഗർഭനായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് ഭഗവാനെ അങ്ങനെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം നമുക്കവിടെ കാണാം. ജയോരുഗായ ഭഗവന്നൊരുക്രമ നമോസ്തുതേ നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമ നമസ്തേ പൃശ്നിഗർഭായ വേദഗർഭായ വേദസേ തൃനാഭായ ത്രിപൃഷ്ഠായ ശിവിവിഷ്ടായ വിഷ്ണവേ. അല്ലേ, വളരെയധികം കീർത്തി കേട്ടിട്ടുള്ളവേ ഭഗവാനെ, അങ്ങയെ ഞാനിതാ നമസ്കരിക്കണു. ആശ്രിതവത്സലനായിരിക്കുന്ന ഈ കാണപ്പെടുന്ന സകലത്തിൻ്റെയും സൃഷ്ടാവായിട്ടും സംരക്ഷകനായിട്ടും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ അന്തകനായിട്ടും ഇരിക്കുന്നവനായ ഭഗവാനെ, അങ്ങയെ ഞാനിതാ നമസ്കരിക്കണു. ജ്ഞാനഗർഭനായിരിക്കുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കണു എന്നാണ് പറയുന്നത്. ഈ കാണപ്പെടുന്ന സകലത്തിൻ്റെയും ആദിയും മധ്യവും അവസാനവും ഭഗവാൻ തന്നെയാണ്. അങ്ങയെ പുരുഷം യമാഹു, പുരുഷൻ എന്ന് പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്നാലോ കാലോ ഭവാൻ, കാലസ്വരൂപിയായിരിക്കുന്നതും ഭഗവാനാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പുരുഷൻ എന്ന് വിളിക്കും. പുറത്തായിരിക്കുന്ന സമയത്ത് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ കാലൻ അല്ലെങ്കിൽ കാലസ്വരൂപി എന്ന് വിളിക്കും. അപ്പോൾ കാലമായിട്ടിരിക്കുന്നതും ഉള്ളിൽ പുരുഷസ്വരൂപിയായിരിക്കുന്നതും ഒരേ ഒരു ഭഗവാൻ തന്നെ. അങ്ങനെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യമാകുന്ന ഭഗവാനെ അങ്ങയെ ഞാനിതാ നമസ്കരിക്കണു എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ നമസ്കരിച്ച് ആ ബ്രഹ്മദേവൻ അവിടെ നിന്ന് പോയി. ഇങ്ങനെ ആ ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെട്ടവനായ ഭഗവാൻ ആ അതിഥിയിൽ നിന്നും അവിടെ അങ്ങനെ പ്രത്യക്ഷനായി എന്നാണ്. ഇത്തം വിരിഞ്ചസ്തുത കർമ്മവീര്യ പ്രാദുർബഭൂവാമൃത അഭൂരാദിത്യാം
ചതുർഭുജ ശംഖഗദാബ്ജ ചക്ര പിശങ്കവാസ നളിനായ ദക്ഷണ. അതിസുന്ദരമായിട്ടുള്ള വൈഷ്ണവ രൂപത്തോടുകൂടി ഭഗവാൻ ദാ അതിഥിയിൽ നിന്നങ്ങനെ അവതരിച്ചു. ചിങ്ങമാസത്തിൽ അഭിജിത്ത് എന്ന് പറയുന്നതായിട്ടുള്ള മുഹൂർത്തത്തിൽ തിരുവോണത്തിൻ്റെ ഉത്രാണത്തിൻ്റെ ഇടയ്ക്കായിട്ട് അത്ര ആ ഒരു നക്ഷത്രം വരിക. ആ സമയത്താണ് ഭഗവാന്റെ അവതാരം. ഭഗവാന്റെ അവതാരമുണ്ടായ സമയത്ത് ബ്രഹ്മാദി ദേവന്മാരൊക്കെ ആകാശത്ത് വന്ന് നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്ത് ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ ആ ഭഗവാന്റെ അവതാരം ഉണ്ടായ സമയത്ത് സകല മഹർഷിമാരും ഭഗവാന്റെ ആ തിരുരൂപം കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേർന്നു എന്നാണ്. ഭഗവാൻ അങ്ങനെ മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കണ്ട സമയത്ത് അതിഥി ദേവി ഭഗവാനെ നമസ്കരിച്ചു. എല്ലാവരും തന്നെ നമസ്കരിച്ചതിന് ശേഷം ഭഗവാൻ എന്ത് ചെയ്തു? ബഭൂവ തേനൈവ സ വാമനോ വട്ടു. ഒരു വാമനനായിട്ട് ചെറിയൊരു കുട്ടിയായിട്ട് മാറി നാം. ഉപനിക്കാൻ പാകത്തിനൊരു കുട്ടി. അത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. മോദമാനാ മഹർഷയ. മഹർഷിമാർക്കൊക്കെ വലിയ സന്തോഷം. അവരെല്ലാവരും എന്താ അവിടെ ഭഗവാനെ പ്രജാപതിയെ മുൻനിർത്തിക്കൊണ്ട് ഉപനയന സംസ്കാരത്തെ കഴിച്ചു എന്നാണ് പറയുന്നത്. കർമാണികാരയാമാസു പുരസ്കൃത്യ പ്രജാപതിം. എന്നിട്ടോ തസ്യോപനീയമാനസ്യ സാവിത്രീം സവിതാബ്രവീത്. ഈ ഉപനയനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഗായത്രി മന്ത്രത്തെ ഉപദേശിക്കുക എന്ന് പറയുന്നത്. ഇവിടെ വാമനമൂർത്തിയായി തീർന്ന ഭഗവാന് ഗായത്രി മന്ത്രത്തെ ഉപദേശിച്ചത് ആരാ? സാവിത്രീം സവിതാബ്രവീത്. ഗായത്രി മന്ത്രത്തിൻ്റെ തന്നെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള സാക്ഷാൽ സവിതാവ് തന്നെ അവിടെ ഗായത്രി മന്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തു. ബൃഹസ്പതി ബ്രഹ്മസൂത്രത്തെ കൊടുത്തു. കശ്യപൻ മേഖലയെ കൊടുത്തു. കൃഷ്ണാജിനത്തോല് കൊടുത്തത് ഭൂമിയാണ്. സോമൻ ചന്ദ്രൻ വന്ന ഓഷധികളുടെ നാഥനായിട്ടുള്ള ചന്ദ്രൻ വന്ന് ദണ്ഡത്തെ കൊടുത്തു. ഇതൊക്കെ ബ്രഹ്മചാരിയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ബ്രഹ്മചാരിയുടെ ലക്ഷണം തന്നെ എങ്ങനെയാ പറയുക? മേഖലാജിന ദണ്ഡവാൻ ബ്രഹ്മചാരി എന്നാ. അപ്പോൾ അതൊക്കെ അവർ കൊടുത്തു. പിന്നീട് കൗവീനത്തെ അമ്മ കൊടുത്തു. ദ്യവ് ഛത്രം കൊട കൊടുത്തു. അതുപോലെ തന്നെ വേദഗർഭൻ കമണ്ഡലുവിനെ കൊടുത്തു. സപ്തർഷിമാർ വന്ന് കുശപ്പുല്ലുകൾ കൊടുത്തു. ജപിക്കാനുള്ളതായ അക്ഷമാലയെ സാക്ഷാൽ സരസ്വതി ദേവി കൊടുത്തു. ഇങ്ങനെ ആ ഓരോ ദേവന്മാരും വന്ന് ഓരോരോ ദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കളെ ഭഗവാൻ അങ്ങനെ കൊടുത്തു. ഇതിനൊക്കെ ശേഷം പിന്നീട് ആ ഉപനയനത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് ബ്രഹ്മചാരിയുടെ ആദ്യത്തെ ഭിക്ഷ. സാധാരണഗതിക്ക് ആദ്യത്തെ ഭിക്ഷ ആരാ കൊടുക്കുക? അമ്മയാണ് കൊടുക്കുക, അല്ലേ? ഇവിടെ ഭഗവാന് ഭിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നപൂർണേശ്വരി ആയിരിക്കുന്ന ചെറുകുന്നിൽ അമ്മ തന്നെ അവിടെ എത്തിച്ചേർന്നു എന്നാണ്. ഭിക്ഷാം ഭഗവതി സാക്ഷാത് ഉമാദാത് അംബികാ സതി. സാക്ഷാൽ അംബികാദേവി തന്നെ, പാർവതീദേവി തന്നെ ഇതാ അവിടെ ആ ഭഗവാന് ഭിക്ഷയെ കൊടുത്തു എന്നാണ്. ഇങ്ങനെ ആ ഉപനയനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ദാ ആ ബലിയുടെ യജ്ഞശാലയിലേക്ക് അങ്ങനെ നടക്കുക. എങ്ങനെയാണ് നടക്കുന്നതെന്നും കൂടി പറയുന്നുണ്ട്. ഗാം സന്നമയൻ പദേ പദേ എന്നാണ്. അഖിലത്തിൻ്റെയും മുഴുവൻ വഹിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ, ഈ ലോകത്തെ തന്നെ വഹിച്ചുകൊണ്ടിരിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ ആ ഭൂമിയിൽ അങ്ങനെ ഓരോ അടി വെച്ച് നടക്കുന്ന സമയത്തും ഭൂമി ദേവി അങ്ങനെ വന്ന് നമസ്കരിക്കുക ഭഗവാനെ. ഇങ്ങനെ ആ എല്ലാവരാലും അഭിഷ്ടുതനായിട്ടുള്ള ഭഗവാൻ മഹാബലിയുടെ യാഗശാലയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. എവിടെ? നർമ്മദായാസ്തട ഉത്തരേ. നർമ്മദാ നദിയുടെ ഉത്തരഭാഗത്ത്, വടക്ക് ഭാഗത്തായിട്ടാണ്. നർമ്മദാ നദി എവിടെയാ? ഗുജറാത്തിലൊക്കെ ആയിട്ടാണ് ഒഴുകണത്. അതിൻ്റെ വടക്ക് ഭാഗത്ത് ഭൃഗുഗച്ഛ സംജ്ഞകേ, ഭൃഗുഗച്ഛം എന്ന പേരായിട്ടുള്ള സ്ഥലത്ത് അദ്ദേഹം യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാഗശാലയിലേക്കാണ് ആ വാമനമൂർത്തിയുടെ വരവ്. ഇന്നത്തെ ബറൂച്ച് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് ഭൃഗുഗച്ഛം. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് എന്താ? മാവേലി നാടുവാണിടും, ഇല്ലേ? അങ്ങനെ കേട്ടേക്കണേ. കേരളം ഭരിച്ചിരുന്ന ആളാണ് അത്രേ മഹാബലി എന്നാണ്. ഒരു കാര്യമില്ല അതിൽ. അങ്ങനെ ആർക്കും പറയാം. അപ്പോൾ ആർക്കാ എന്താ പറയാൻ പാടില്ലാത്ത, അല്ലേ? ഇപ്പോൾ എന്തെല്ലാം കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അതിലൊന്നും വാസ്തവമില്ല. പുരാണത്തിലൊന്നും അങ്ങനെ പറയണില്ല മഹാബലി വന്നിട്ട് കേരളം ഭരിച്ചു എന്നൊക്കെ. ഇവിടെ ദാ 3 ലോകങ്ങളെയും ഭരിച്ചു എന്നാണ് പറയുന്നത്. 3 ലോകങ്ങളും ഭൂമിയിൽ തന്നെയാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 3 ലോകങ്ങളെയും ഭരിച്ചു എന്ന് പറയുമ്പോൾ ഭൂമിയെ തന്നെ ആര് ഭരിച്ചു? മഹാബലി ഭരിച്ചിരുന്നു എന്ന് വേണം പറയാൻ. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനവും ഇവിടെ അല്ല, ആ നർമ്മദാ നദിയുടെ വടക്ക് ഭാഗത്ത് കേന്ദ്രമാക്കിക്കൊണ്ടാണ് അദ്ദേഹം രാജ്യഭരണം നിർവഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ഭരണം നിർവഹിച്ചിരുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ആരെത്തിച്ചേർന്നത്? ഈ വാമനമൂർത്തി എത്തിച്ചേർന്നു. വാമനമൂർത്തിയെ കണ്ടപ്പോഴേക്കും സകല ആളുകളും അങ്ങോട്ട് ചാടി എണീറ്റു എന്നാണ്. കാരണം ഭഗവാന്റെ തേജസ്സാണ്. ബ്രഹ്മിഷ്ഠന്മാരായിട്ടുള്ള ആളുകൾക്ക് തേജസ്സും ഓജസ്സും ഉണ്ടാവും എന്നാണ് പറയും.
ഊർധ്വരേതന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവേണ്ടതാണ് തേജസ്സും ഓജസ്സും. എങ്ങനെ തേജസ്സും ഓജസ്സും തിരിച്ചറിയാം? ഒന്ന് തേജസ്. തേജസ് എന്ന് വെച്ചാൽ ഒരാളൊരു സദസ്സിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് എണീറ്റ് നിന്ന് ബഹുമാനിക്കാൻ തോന്നും. അത് തേജസ്സിൻ്റെ ആധിക്യം കൊണ്ടാണ്. ഒരാളുടെ വാക്കിനെ ധിക്കരിക്കാൻ തോന്നാതിരിക്കുക, അത് ഓജസ് ഉള്ളതുകൊണ്ടാണ്. ഇത് രണ്ടും ഉണ്ടാവണം. ബ്രഹ്മിഷ്ഠന്മാരായിട്ടുള്ള ആളുകൾക്ക് തന്നെ അത് ഉണ്ടാവുമെന്നിരിക്കെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല. ഭഗവാൻ അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴേക്കും സകല ആളുകളും അങ്ങോട്ട് ചാടി എണീറ്റു എന്നാണ്. മഹാബലി അത്ഭുതത്തോടു കൂടിയിട്ട് അവിടേക്ക് എത്തിച്ചേരുന്നത്, ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. അവിടെ ചെന്ന് ഭഗവാനെ കണ്ടപ്പോഴേക്കും ഭഗവാനെ അങ്ങോട്ട് നമസ്കരിക്കുകയാണ്. എന്നിട്ടോ ഭഗവാന്റെ കാലൊക്കെ കഴുകി സ്വീകരിച്ച് ഭഗവാനെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തണു. അദ്ദേഹത്തോട് പറയണു, സ്വാഗതം തേ നമസ്തുഭ്യം, അങ്ങയ്ക്ക് സ്വാഗതം, നമസ്തുഭ്യം. ബ്രഹ്മൻ കിം കരവാമതേ, അങ്ങയ്ക്ക് ഞാൻ എന്താ ഇവിടെ ചെയ്തു തരേണ്ടത്? ബ്രഹ്മർഷീണാം തപസ്സാക്ഷാൻ മന്യേതു ആര്യവബൃദ്ധരം. ആര്യാണ് വിളിക്കണത്, ഒരു ചെറിയ കുട്ടിയാണ്, പക്ഷെ ആര്യ എന്ന് വിളിക്കണു. ബഹുമാനത്തോടു കൂടിയിട്ട് പറയണു, ബ്രഹ്മർഷിമാരുടെ തപസ്സൊക്കെ കൂടെ ഒരു രൂപം പൂണ്ട് വന്നതാണോ എന്നാ സംശയം. അത്ര തേജസ്വിയായിട്ടാണ് ഭഗവാൻ അവിടേക്ക് വന്നിരിക്കുന്നത്. അദ്യ നഃ പിതരസ്തൃപ്ത, ഇന്നെൻ്റെ പിതൃക്കളെല്ലാവരും സന്തുഷ്ടരായിരിക്കണു. അതുപോലെ തന്നെ എൻ്റെ കുലം ഇന്ന് പാവിതം ശുദ്ധമായി തീർന്നിരിക്കുന്നു. എൻ്റെ യജ്ഞം തന്നെ ഇന്ന് പൂർണ്ണമായി തീർന്നിരിക്കുന്നു. കാരണം അങ്ങ് എൻ്റെ ഈ യാഗശാലയിലേക്ക് എഴുന്നള്ളിയല്ലോ എന്നാണ്. എൻ്റെ അഗ്നിയൊക്കെ ഇന്ന് സുഹൃത യഥാവിധി എന്നാ പറയണം. വേണ്ട പോലെ അഗ്നിയിൽ ഞാൻ യാഗം ചെയ്തു ഹവിസിനെ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങേപോലുള്ളൊരു മഹാത്മാവിൻ്റെ ആ പാദം ഇവിടെ പതിയാനിടയായില്ലോ, അതെൻ്റെ വലിയ ഭാഗ്യം എന്നാണ് പറയുന്നത്. യദ്വാട്ടോ വാഞ്ചസി, അങ്ങക്ക് എന്താ വേണ്ടത്? അങ്ങക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അതൊക്കെ തരാൻ ഞാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങയുടെ ആ പാദങ്ങൾ ഇവിടെ സ്പർശിച്ച് ഈ ഭൂമിയെ തന്നെ ശുദ്ധമാക്കി തീർത്തില്ലേ, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഗാം കാഞ്ചനം ഗുണവത് ധാമമൃഷ്ടം തഥാ അന്നവേയമുദവ വിപ്രകന്യാം ഗ്രാമാൻ തുരകാൻ ഗജാൻ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഗ്രാമങ്ങളാണോ വേണ്ടത്, തുരകങ്ങളെയാണോ വേണ്ടത്, അതോ ആനകളെയാണോ വേണ്ടത്, കന്യകമാരെയാണോ വേണ്ടത്, അതോ കാഞ്ചനമാണോ വേണ്ടത്, ഭൂമിയാണോ വേണ്ടത്, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. എന്ത് ചോദിച്ചാലും അങ്ങയ്ക്കത് തരാൻ ഞാൻ തയ്യാറാണ് എന്നൊരു വാക്ക് ആ മഹാബലി അങ്ങോട്ട് കൊടുത്തു എന്നാണ്. ഭഗവാൻ അതൊക്കെ കേട്ട് അങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുക. അതിനുശേഷം പറയാണ്, വൈരോചനിയുടെ വിരോചനപുത്രനായിരിക്കുന്ന മഹാബലിയുടെ വാക്ക് കേട്ട് ഭഗവാൻ പറയാണ്, അങ്ങയുടെ വാക്ക് വളരെ കേമായി. അങ്ങയുടെ കുലത്തിന് യോജിച്ച വാക്കുകൾ തന്നെയാണ് അങ്ങയിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. കാരണം എന്താ, അങ്ങയുടെ കുലത്തിലുള്ള ആൾക്കാരെയൊക്കെ ഞാൻ നല്ലോണം അറിയും. അങ്ങയുടെ അച്ഛനായിട്ടുള്ള വിരോചനൻ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ആൾ പ്രഹ്ലാദൻ അറിയാം, പ്രഹ്ലാദൻ്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപു നല്ലോണം അറിയും. ഇങ്ങനെ എല്ലാവരെയും ഞാൻ അറിയും. അവരുടെയൊക്കെ വംശത്തിൽ വന്ന് പിറന്ന അങ്ങ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്നാണ് പറയണത്. ധർമ്മയുതം യശസ്കരം, ധർമ്മത്തിനനുസരിച്ചാണ്. സജ്ജനങ്ങളായിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെ സേവിക്കുക, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പെരുമാറുക എന്നുള്ളത് ആ ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകളുടെ ധർമ്മമാണ്. അപ്പോൾ അങ്ങ് ധർമ്മം അനുസരിച്ച് തന്നെയാണ് പെരുമാറുന്നത്. അതിഥികളെ ശുശ്രൂഷിക്കുക, ഇതൊക്കെ ധർമ്മമാണ്. അപ്പോൾ അങ്ങ് അതിനനുസരിച്ച് പെരുമാറി. അതുപോലെ തന്നെ യശസ്കരം, യശസ് വർദ്ധിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ്. ഒരാളെ സ്വീകരിച്ച് അയാളോട് പറയേണ്ടതായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇയാൾ കീർത്തിമാനാവേണ്ട ആളാണ് എന്നുള്ളത്. കാരണം നല്ല വാക്കുകൾ പറയാൻ എപ്പോഴും നല്ല ആളുകൾക്കേ സാധിക്കുള്ളൂ. എന്ന് മാത്രമല്ല, ഈ അതിഥി നാളെ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും, മഹാബലിയുടെ അവിടെ പോയപ്പോൾ ഉണ്ടായൊരു സ്വീകരണം ഉണ്ടല്ലോ, അങ്ങനെ യശസ് വർദ്ധിക്കും. അപ്പം യശസ്കരമായിട്ടുള്ള വാക്കാണ് അങ്ങ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങയോട് വേറൊന്നും ചോദിക്കാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തപസ് ചെയ്യാം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 3 അടി മണ്ണും വേണം. ആ 3 അടി മണ്ണിന് വേണ്ടിയിട്ടാണ് ഞാനിവിടേക്ക് എത്തിച്ചേർന്നത് എന്ന് പറയാണ്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ അങ്ങ് വേറൊന്നും എനിക്ക് തരണ്ട, വെറും 3 അടി മണ്ണ് മാത്രം തന്നാൽ മതി. പദാനി ത്രീണി ദൈത്യേന്ദ്ര സംഹിതാനി പദാമമ നാണ്യൽ തേ കാമയെ, ഇതല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാണ്. അപ്പം അത് കേട്ടപ്പോൾ മഹാബലിക്ക് 3 അടി മണ്ണോ, എന്തും കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ട് ഇരുന്നിട്ട് വെറും 3 അടി മണ്ണ് മാത്രം എന്നോട് ചോദിച്ചുല്ലോ, അങ്ങനെയാണ് ചിന്തിക്കാൻ തോന്നിയത്. അപ്പം എന്താ പറഞ്ഞതെന്നോ, അഹോ ബ്രാഹ്മണദായാത വാചസ്തേ വൃദ്ധസമ്മത, അല്ലേ ബ്രാഹ്മണക്കുട്ടി,
നിൻ്റെ വാക്കുകൾ അറിവുള്ളവർ പോലെ വൃദ്ധന്മാർ പോലും സമ്മതിക്കും. കാരണം എന്താ? എന്നെ അറിയാം, എൻ്റെ അച്ഛനെ അറിയാം, മുത്തശ്ശനെ അറിയാം, മുതുമുത്തശ്ശനെ അറിയാം, എല്ലാവരെയും അറിയാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ത്വം ബാലോ ബാലിശമതി, നീ കുട്ടിയാണ്, കുട്ടിത്തെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് 3 അടി മണ്ണ് മാത്രം ചോദിക്കൂ. അത് എങ്ങനെയുള്ള എൻ്റെ അടുത്തോട്ടാ? മാം വചോഭി സമാരാധ്യ, എന്നെ വാക്കുകളെ കൊണ്ട് സമാരാധിച്ചിട്ട് ലോകാനാമേകമീശ്വരം, ലോകത്തിന് മുഴുവൻ ഒരേ ഒരു ഈശ്വരനായിരിക്കുന്ന എന്നോട് 3 അടി മണ്ണ് ചോദിക്കുക. ഭഗവാൻ അപ്പം തന്നെ ചോന്നോഷിയുണ്ടാവാറ് ആ വാക്ക് അങ്ങനെ അടിവരെ ഇട്ടു അല്ലേ? പണ്ടൊക്കെ പ്രോഗ്രസ് കാർഡിൽ അങ്ങനെ ഉണ്ടാവും, തോറ്റ വിഷയങ്ങൾക്ക് അടിയിൽ അങ്ങനെ ചുവന്ന വശി കൊണ്ട് വരയിടും എന്ന് പറഞ്ഞ പോലെ മഹാബലിയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഒരു വാക്കിന് മാത്രം ഭഗവാൻ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. എന്താ അത്? ലോകാനാം ഏകമീശ്വരം, ഈ ലോകത്തിന് മുഴുവൻ ഒരേ ഒരു നാഥനായിരിക്കുന്ന അമ്പ. അത്രത്തോളം എന്തല്ലേ അഹങ്കാരം. ഭഗവാൻ മഹാബലി ഒന്ന് അനുഗ്രഹിക്കാമെന്ന് വിചാരിച്ച് വന്നതാ. ഭഗവാന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഭഗവാൻ എന്താ ചെയ്യാന്നോ? ആദ്യം മനസ്സിലുള്ള ദോഷങ്ങൾ മുഴുവൻ അങ്ങോട്ട് തുടച്ച് നിൽക്കും, ശേഷം അനുഗ്രഹിക്കണം. ഇതും കൂടി എൻ്റെ മാറ്റിയിട്ട് വേണം എന്നുള്ളത് ഭഗവാൻ ഉറപ്പിച്ചു. ആ ഒരു ഭാവം ഒന്ന് മാറ്റി കൊടുക്കണമല്ലോ. ലോകാനാം ഏകമീശ്വരം, എന്താ അഹങ്കാരം, ഞാനാണ് ഇതിൻ്റെയൊക്കെ ഒരു നാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ പോലും മറന്നുകൊണ്ടാണോ അപ്പോൾ മഹാബലി സിംഹാസനത്തിൽ ഇരിക്കണത്? ഭഗവാന് സംശയമായി, ഞാൻ അവിടെ ഉണ്ടെന്നുള്ളതും കൂടി ഓർത്തില്ല അല്ലേ? പാകാക്കി കൊടുക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനുശേഷം പറയാണ്, പദത്രയം വിണീത്, 3 അടി മണ്ണ് മാത്രം എന്നോട് ചോദിക്കണു. എനിക്ക് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒന്ന് വരമായിട്ട് സ്വീകരിച്ചതിൻ്റെ ശേഷം വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറൊരാളുടെയും മുമ്പിൽ കൈ നീട്ടാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അല്ലേ ബ്രഹ്മചാരി, എന്ത് വേണമെങ്കിൽ ചോദിക്കൂ, ഒരവസരം കൂടി ഞാൻ തരികയാണ്, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഈ പറഞ്ഞ എന്ത് ചോദിച്ചാലും അങ്ങേക്ക് അതൊക്കെ തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ദാ ഭഗവാൻ പറയാണ്, ഈ ലോകത്തെ വിഷയങ്ങളിലുള്ള ആസക്തി ഒരിക്കലും ഒരാൾക്കും തീരില്ല. വിഷയാസക്തി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ പിന്നെയും ദുഃഖങ്ങളിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകണതാണ്. അതിപ്പോൾ വിത്തേഷണയായാലും ധാരേഷണയായാലും ലോകേഷണയായാലും ഏത് വസ്തുവായാലും ഏത് തരത്തിലുള്ളതായ ആസക്തിയും നമ്മളെ ദുഃഖങ്ങളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകണതാണ്. ആദ്യമൊക്കെ പറയണത് കേൾക്കാം, കത്തുന്ന തീയിലേക്ക് വിറകിട്ട് കൊടുക്കണ പോലെയാണ് ഓരോ വിഷയങ്ങളിലേക്കും നമ്മൾ ചാടിയിരുന്നത്. പിന്നെയും വിഷയങ്ങളിലുള്ള ആസക്തി വർദ്ധിക്കല്ലാതെ ഒരിക്കലും എന്തു ചെയ്യില്ല, വിഷയങ്ങളിൽ തൃപ്തി വരില്ല. നമ്മൾ പറയാറുണ്ട് കർമ്മണ കർമ്മ നിർഹാര എന്നൊക്കെ. കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വേണ്ടത്? കുറേ കാലം കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുക്തിയൊക്കെ വരുന്ന. പക്ഷേ ഭഗവാൻ തന്നെ പറയണത് കേൾക്കാം, വിഷയാന്ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്യതി. വിഷയങ്ങളെ പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സ് എപ്പോഴും വീണ്ടും എങ്ങോട്ടാണ് പോവുക? വിഷയങ്ങളിലേക്ക് തന്നെ പോകും. കാരണം വിഷയങ്ങളെ അനുഭവിക്കും തോറും പിന്നെ ഈ വാസനകളുടെ ബലം അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ മാം അനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ എന്നാണ്. ഭഗവാനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാലോ മനസ്സെവിടേക്ക് പോകും? ഭഗവാനിലേക്ക് ഉറയ്ക്കും. ബുദ്ധിയുള്ളവൻ അതാണ് വേണ്ടത്. ബുദ്ധിയുള്ളവൻ എന്തു ചെയ്യണം? വിഷയങ്ങളുടെ പിന്നാലെ പോകും തോറും വാസനകളുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. വീണ്ടും വിഷയങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടും. അറിയാതെയാണെങ്കിലും നമ്മൾ പോയി വീഴും. നമ്മൾ തന്നെ അറിഞ്ഞോളന്നില്ല എപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വീണതെന്ന്. കുറച്ച് കഴിഞ്ഞ് അബദ്ധമൊക്കെ പറ്റി കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക, ഈശ്വര ഇങ്ങനൊരു പ്രാരബ്ധം എനിക്ക് വന്നുവല്ലോ എന്ന്, ഭരതയോഗീശ്വരനെയൊക്കെ പോലെ. പിന്നെ ആലോചിച്ച് ഒരു മാൻകുട്ടി നിമിത്തം ഞാൻ ഇങ്ങനെയായി തീർന്നുല്ലോ എന്ന്. അപ്പം ഇതേപോലെ വിഷയങ്ങളുടെ പിന്നാലെ ഓടും തോറും ആലോചിച്ചോളുക, ഇതൊന്നും നമ്മളെ ഇതിൽ നിന്നുള്ള നിവൃത്തിയിലേക്കല്ല നയിക്കുക, പിന്നെയോ വീണ്ടും പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് വിഷയങ്ങളെ പറ്റി ചിന്തിക്കരുത്. വിഷയങ്ങളൊന്നും ശാശ്വതമായിട്ടുള്ളതല്ല. ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്ന വിഷയങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഉണ്ടാവുന്നതായ നൈമിഷികമായിട്ടുള്ള സുഖം എത്ര കാലം ഉണ്ടാവുള്ളൂ? ഇന്ദ്രിയങ്ങൾക്ക് ആ വിഷയങ്ങളുമായിട്ട് എത്ര കാലം ബന്ധമുണ്ടോ അത്രയും കാലം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഇന്ദ്രിയങ്ങൾ വിഷയത്തിൽ നിന്നും മാറുന്നതോട് കൂടിയിട്ട് വീണ്ടും പഴയതുപോലെ ദുഃഖം അനുഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ലൗകികമായ വിഷയങ്ങളെ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല, അതൊന്നും എനിക്ക് വേണമെന്നില്ല. 3 അടി മണ്ണ് ഞാൻ ചോദിച്ചുവെങ്കിൽ അത് മാത്രം എനിക്ക് തരിക. 3 അടി മണ്ണ് കൊണ്ട് സന്തോഷിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം 3 ലോകങ്ങളും സ്വന്തമായിട്ട് കിട്ടിയാൽ സന്തോഷിക്കില്ല. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ തരക്കേടില്ല തോന്നും. ആയുധം കിട്ടിക്കഴിഞ്ഞാൽ എന്താ 1,00,000 ആയാൽ കൊള്ളാൻ തോന്നും, 1,00,000 കിട്ടുമ്പോൾ കോടിയായാൽ കൊള്ളാൻ തോന്നും. ഇതൊരിക്കലും തീരില്ല ഈ ആസക്തി.
സമ്പത്തുണ്ടായാൽ സുഖം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പലരും സമ്പത്തിൻ്റെ പിന്നാലെ ഓടുന്നത്. സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാലോ, സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സമ്പത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അത് വളർത്താൻ വേണ്ടിയിട്ടുള്ള പാട്, വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ആരും മോഷ്ടിച്ചു കൊണ്ടുപോകാതെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പാട്, ഇങ്ങനെ എന്നെന്നും ദുഃഖത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കിടക്കുക. അപ്പോൾ ഇതൊക്കെ നൈമിഷികമാണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരു മഹാത്മാവ് അങ്ങനെ പോകുന്ന സമയത്ത് ഒരാളങ്ങനെ വഴിയിലങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, എന്താ ഇപ്പോൾ അയാളുടെ ദുഃഖത്തിന് കാരണം. അപ്പോൾ മനസ്സിലായി വീട്ടിലെ ദാരിദ്ര്യമാണെന്ന്. ശരി, ഇയാളെ എത്രത്തോളം കിട്ടുന്നതുകൊണ്ട് സന്തോഷിക്കുന്നുള്ള അറിയാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തുവെന്നോ, അവിടെ നിന്ന് ഒരു ചെറിയ കല്ലെടുത്തു. എന്നിട്ട് തൻ്റെ ചൂണ്ടുവരലുകൊണ്ട് അതങ്ങനെ തൊട്ടപ്പോൾ അത് സ്വർണ്ണമായിട്ട് മാറി. ഇത് ആ ഗൃഹസ്ഥനെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, എടോ താൻ ഇത് കൊണ്ടുപോകുക, ഇത് കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് തൻ്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, സുഖമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്നോ, ഇയാൾ കുറച്ച് നേരം ആ മഹാത്മാവിനെ അങ്ങനെ നോക്കി. പിന്നെ അതിനുശേഷം ആ കൈ കെട്ടിയ സ്വർണ്ണം അങ്ങനെ നോക്കി. അതിനുശേഷം പിന്നെ അങ്ങനെ തലയും കുനിച്ച് വീണ്ടും പഴയതുപോലെ തന്നെ ഇരുന്നു. അപ്പോൾ മനസ്സിലായി കിട്ടിയതുകൊണ്ട് തൃപ്തിയായില്ല എന്ന്. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി വലിയൊരു കല്ലുമ്മേ ചെന്ന് ഇദ്ദേഹം തൊട്ടു. അങ്ങനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അതും സ്വർണ്ണമായിട്ട് മാറി. ഇത് കൊണ്ടുപോയിട്ട് അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, താൻ അത് എടുത്തോളാം, തനിക്കിപ്പോൾ ആദ്യം കിട്ടിയതുകൊണ്ട് തൻ്റെ ദുഃഖങ്ങളൊന്നും മാറില്ലായിരിക്കും, സാറില്ല ഇത് കൊണ്ടുപോകാം, ഇത് കൊണ്ടുപോയിട്ട് ഇതുകൊണ്ട് തൻ്റെ ദുഃഖങ്ങൾ മാറ്റൂ എന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം എന്ത് ചെയ്തു, ഈ മഹാത്മാവിനെ നോക്കി, അതിനുശേഷം ആ വിരലുമേലെ നോക്കി, പിന്നെ അങ്ങനെ തലയൊക്കെ കുനിച്ചങ്ങനെ ചെയ്തു. അപ്പം മഹാത്മാവിന് മനസ്സിലായി അതുകൊണ്ടും തൃപ്തിയായില്ല. അപ്പോൾ അവിടെ വലിയൊരു പാറക്കല്ല് കിടക്കുന്നുണ്ട്, വലിയൊരു കല്ല്. ആ കല്ലിൻ്റെ അടുത്ത് പോയിട്ട് ആ വലിയ കല്ല് തന്നെ അങ്ങനെ വലിയ കല്ലാ, അതുമേലെ അങ്ങനെ തൊട്ടപ്പോൾ അത് സ്വർണ്ണമായി. എന്നിട്ട് അയാളോട് പറഞ്ഞു, താൻ ഇത് എടുത്തോളുക, തൻ്റെ വിഷമമൊക്കെ മാറട്ടെ, ഇനിയിപ്പോൾ അതുകൊണ്ടേ മാറുള്ളൂ വെച്ചാലോ, അപ്പോൾ അതെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വീണ്ടും മഹാത്മാവിനെ നോക്കി, പിന്നെ ആ വിരലുമേലെ നോക്കി, പിന്നെ ഇങ്ങനെ തലയും കുനിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, തനിക്ക് പിന്നെ എന്ത് കിട്ടിയാലോ തൃപ്തിയാവുക? അപ്പോൾ അയാൾ പറയാ, സ്വാമിയുടെ ആ വിരൽ കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു. സ്വാമിയുടെ വിരൽ കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഇതാണ് മനുഷ്യരുടെ ഒരു ആസക്തി എന്ന് പറയുന്നത്, വിഷയങ്ങളിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. എത്ര കിട്ടിയാലും മതിയാവില്ല, വീണ്ടും വീണ്ടും കിട്ടണം 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 എന്നുള്ളൊരു ആഗ്രഹം. എന്ത് കിട്ടിയാലും ഞാനെന്നും എൻ്റേതെന്നുള്ളതായ ആഗ്രഹം. ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുറച്ച് കാലം മുമ്പ് വലിയൊരു ദുരന്തം ഉണ്ടായി. എന്താ, വെള്ളം പൊങ്ങിയിട്ട് വൈകുന്നേരം ബോട്ടിലൊക്കെ ആയിട്ട് ആളുകളിങ്ങനെ പിടിച്ചു, ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി പോകാം. ഞങ്ങളൊക്കെ പല സ്ഥലത്തും പോയിട്ട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ വയസ്സായിട്ടുള്ളൊരു സ്ത്രീ എന്ത് ചെയ്താൽ ബോട്ടിലേക്ക് കയറാൻ ശ്രമിക്കണില്ല, എന്ത് ചെയ്തിട്ട് കയറില്ല. അവസാനം ആൾക്കാരൊക്കെ കൂടി പിടിച്ചു, കയ്യിലൊരു കുടയൊക്കെ ഉണ്ട്, വലിയൊരു കുടയാണ്, നല്ല പഴയ കുടയാണ്. അതങ്ങനെ കക്ഷത്തിലൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുക, ഞാൻ വരണില്ല എന്ന് പേടിച്ച് വിറച്ചാൽ നിൽക്കുന്നത്. മഴ തണുപ്പ് ഒക്കെ ഉണ്ട്, തീരെ വയ്യാണ്ടിരിക്കുന്ന ആളാണ്. അവസാനം ആൾക്കാർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ആ കുട അങ്ങനെ വലിച്ചെടുത്തപ്പോഴുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൈസ അങ്ങനെ പറക്കുക. നോക്കണം, വെള്ളം വന്ന് മൂക്കറ്റം മുങ്ങി നിൽക്കുകയാണ്, എപ്പോൾ മരണം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നിട്ടും ആ കുടയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ആ പൈസ വേറെ ആരും എടുക്കാണ്ടിരിക്കാൻ അത് ആരുടെയും കൊടുക്കാണ്ട്. കാരണം ബോട്ടിലേക്ക് കയറണം വെച്ചാൽ ഇപ്പോൾ ഇത് ആരുടെയും ഏൽപ്പിക്കണം, അല്ലാണ്ട് തന്നെ കയറാൻ വയ്യ, തന്നെ കയറാൻ വയ്ക്കില്ല. നോക്കണം എത്രത്തോളം ഉണ്ട് നമുക്ക് ഈ വിഷയങ്ങളിലുള്ള ആസക്തി, അല്ലെ സമ്പത്തിനോടും അതുപോലെ തന്നെ നമ്മൾ സമ്പാദിച്ച വസ്തുക്കളോടും ഒക്കെയുള്ള ആസക്തി എന്നുള്ളത് ആലോചിക്കണം. മഹാബലിയുടെ കഥയിൽ ഇതാ പറഞ്ഞത്, അതാ ആദ്യം തന്നെ പറഞ്ഞത്, ഈ വിത്തേഷണ അല്ലേ, ഈ സമ്പത്തിലുള്ളതായ ആഗ്രഹം അതെങ്ങനെ നമുക്ക് നിവർത്തിക്കാമെന്നുള്ളതാണ്. പക്ഷേ അവസാനം എന്ത് മനസ്സിലായി, എത്ര സമ്പാദിച്ചു വെച്ചാലും വെള്ളം കൊണ്ടുപോകും എന്നുള്ളത്. എത്ര കൂട്ടി വെച്ചാലും അതൊക്കെ ഒരു വെള്ളത്തിൽ പോകാനുള്ളതേ ഉള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലായി. ആളുകളൊക്കെ അങ്ങനെ പൊട്ടിക്കരിയായിരുന്നു, നമ്മൾ നേരിട്ട് കണ്ടതാണ്. കുറേ കാലം മുമ്പ് ചെന്നൈയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ മുമ്പിൽ വന്നപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. എത്ര കൂട്ടി വെച്ചാലും ഭാഗവതമൊക്കെ വായിക്കണോണ്ടാവും നമുക്ക് അത്ര വലിയ ദുഃഖമൊന്നും തോന്നിയില്ല. ആകെ തോന്നിയ ദുഃഖം പുസ്തകങ്ങൾ മുഴുവൻ പോയില്ലോ എന്നാണ്. അതൊരു പ്രശ്നമാണ്, അങ്ങനെയും തോന്നാൻ പാടില്ല. ഭാഗവതം വായിച്ച് അല്ലേ മനസ്സിലാക്കുകയാണെച്ചാൽ വേണ്ട പോലെ ഉള്ളിൽ കയറിയിട്ട് വെച്ചാൽ അങ്ങനെയും തോന്നാൻ പാടില്ല. ആളുകളങ്ങനെ കരയുക. അപ്പം ആലോചിച്ചോ, ഇത് കാണുമ്പോൾ ഈ നമ്മുടെ ചുറ്റിനും നടക്കുന്നതായ ഓരോ വിഷയങ്ങളും കാണുന്ന സമയത്ത് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ട്. 24 ഗുരുക്കന്മാരൊന്നല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും നമുക്ക് ഗുരുനാഥന്മാരായിട്ട് സ്വീകരിക്കാം. ഓരോന്നിൽ നിന്നും ഇന്നതുപോലെ ആവണമെന്നും ചിലതിൽ നിന്നും ഇന്നതുപോലെ ആവരുതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ കാണുമ്പോൾ ബുദ്ധിയുള്ളവൻ എന്താ മനസ്സിലാക്കേണ്ടത്,
പരിഗ്രഹോ ഹി ദുഃഖായ എന്നുള്ളത് വേണ്ട പോലെ ഉറക്കുക വേണ്ടത്. നമ്മൾ എത്ര കൂട്ടി വെച്ചാലും ഈ കൂട്ടി വയ്ക്കുന്നതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നതേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതുമാത്രമല്ല, എദൃച്ഛയോപപന്നേന സന്തുഷ്ടോ വർത്തതേ സുഖം. എദൃച്ഛയാ കിട്ടുന്നത് കൊണ്ട് സുഖത്തോടെ വസിക്കുന്നവനാണ് ശരിക്കും ഇവിടെ ധനികൻ എന്നാണ് പറയുന്നത്. എദൃച്ഛയാ കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണം. ഭഗവാനോട് ഉദ്ധവൻ ചോദിക്കണ്ടേ, ഭഗവാനെ ദരിദ്ര, ആരാ ദരിദ്രൻ? ദരിദ്രോ യസ്ത്വ അസന്തുഷ്ട എന്നാണ് പറയുന്നത്. സന്തുഷ്ടിയില്ലാത്തവനാണ്. കിട്ടുന്നത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനെ എന്തെന്ന് വിളിക്കണം? ദരിദ്രനെന്ന് വിളിക്കണം. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു, ആസക്തി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ, ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വിട്ടു പോവില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പഠിക്കുന്നവനാണ് ഇവിടെ ധനികൻ. അപ്പോൾ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളത് ഇവിടെ ഭഗവാൻ പറയാണ്. എദൃച്ഛാലാഭതുഷ്ടസ്യ തേജോ വിപ്രസ്യ വർദ്ധതേന. എദൃച്ഛ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവന് തേജസ്സും ഉണ്ടാവും. കാരണം കിട്ടാത്തതിനെ പറ്റി വിഷമിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇങ്ങനെ ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോയെന്നും കൂടി നമ്മളത് ആലോചിക്കാറില്ല. എന്തെങ്കിലും കിട്ടുന്ന കാര്യത്തിൽ യോഗ്യത ഉണ്ടായിട്ടാണോ എന്നും കൂടി ആലോചിക്കാതെ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ആലോചിക്കുക, നമ്മുടെ മനസ്സങ്ങനെ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി ദുഃഖിച്ച്. അതുകൊണ്ട് കിട്ടാത്തതിനെ പറ്റി ഓർത്ത് വിഷമിക്കല്ല വേണ്ടത്, കിട്ടിയത് കൊണ്ട് സുഖമായിട്ട് ജീവിക്കുകയാണ് വേണ്ടതെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മളെക്കുറിച്ച്. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യണത് നമ്മളെക്കാൾ കുറച്ചുകൂടി സമ്പത്തുള്ളവർ അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറച്ചുകൂടെ സുഖമായിട്ട് ജീവിക്കുന്നവരെ ഒന്ന് കമ്പയർ ചെയ്തിട്ടാണ് അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. വേറെ കുറേ ആൾക്കാരും ഉണ്ട് ഈ ലോകത്ത്, കണ്ണില്ലാതെയും കാലില്ലാതെയും അസുഖങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അവരുമായിട്ടൊന്ന് നമ്മളെ താരതമ്യപ്പെടുത്തി നോക്കൂ. നമുക്ക് എന്തെല്ലാം സമ്പത്ത് ഭഗവാൻ തന്നിരിക്കണം. ആരോഗ്യം തന്നിട്ടുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ, കാതുകൊണ്ട് കേൾക്കാൻ, കൈകൊണ്ട് പ്രവൃത്തി ചെയ്യാം, കാലുകൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സമ്പത്തൊക്കെ ഭഗവാൻ നമുക്ക് തന്നിട്ടും ഈ സമ്പത്ത് കൊണ്ട് ഈശ്വരനെ ഉപാസിക്കാൻ ശ്രമിക്കാതെ കണ്ട് നമുക്ക് കിട്ടാത്തതിനെ പറ്റി ഓർത്ത് ദുഃഖിക്കുന്നൊരു ലോകം എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട്. ഈ തന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിഞ്ഞാൽ മതി എന്നാണ്. ദുര്യോധൻ്റെ കഥ പറയുന്ന സമയത്ത് നമുക്ക് കേൾക്കാം, ദുര്യോധൻ എന്ത് കൊടുത്താലും അതൊക്കെ ഇരട്ടിയാവുത്രേ. ദുര്യോധൻ ഒരാൾക്ക് 100 രൂപ കൊടുത്താൽ അവിടെ 200 രൂപ അവിടെ ഉണ്ടായി വരും എന്നാണ്. അത്രത്തോളം അനുഗ്രഹീതനാണ് ആര്? ദുര്യോധനൻ. അങ്ങനെയുള്ള ദുര്യോധനെ ഭഗവാൻ എന്ത് ചെയ്തു? രാജസൂയയാഗം നടന്ന സമയത്ത് ഖജാൻജിയായിട്ട് അവിടെ പിടിച്ചു വെച്ചു എന്നാണ്. ദുര്യോധനൻ എന്ത് ചെയ്തു? സമ്പത്ത് വേഗം തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് വാരിക്കോരി ചിലവാക്കി. ദുര്യോധനൻ ചിലവാക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു? അവിടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ ദുര്യോധൻ്റെ അവസ്ഥയാണ് നമുക്കൊക്കെ. നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാതെ കണ്ട് നമ്മുടെ കഴിവുകൾ കൊണ്ട് നമ്മൾ ദുഃഖം അനുഭവിക്കുകയും ചെയ്യണം. നമ്മൾ മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഭഗവാൻ എത്രത്തോളം അനുഗ്രഹം നമുക്ക് തന്നിട്ടുള്ളതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിഞ്ഞ് അവനവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിനെ പ്രയോജനപ്പെടുത്തല്ലേ വേണ്ടത്? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് സന്തോഷിച്ച് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, തേജസ്സിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് ഇവിടെ ഭഗവാൻ പറഞ്ഞു, ഇനി 3 അടി മണ്ണ് മാത്രം മതി എന്ന് പറയുന്ന സമയത്ത് ബലി പറയുകയാണ്. ശരി, അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ 3 അടി മണ്ണ് ഞാൻ തരാം എന്ന് പറഞ്ഞു. 3 അടി മണ്ണ് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ തയ്യാറാകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ശുക്രാചാര്യർ വന്നത്. ഏഷ വൈരോചനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുരവ്യയ. അവ്യയനായിരിക്കുന്ന, വ്യയങ്ങളൊന്നുമില്ലാത്തവനും സർവവ്യാപിയുമായിരിക്കുന്ന വിഷ്ണു തന്നെയാണ് ഇപ്പോൾ ദേവകാര്യത്തെ സാധിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കുട്ടിയുടെ വേഷം കെട്ടി നിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നത്. കശ്യപാദ അതിഥേർജാത ദേവാനാം കാര്യസാധക. ദേവകാര്യത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. മായാമാണവക, ഒരു മായ കൊണ്ടൊരു കുട്ടിയായിട്ട് നിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നീ ഇപ്പോൾ ഈ സമ്പത്തൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാം, ഈ 3 അടി മണ്ണ് കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ ആ വിഷ്ണു നിനക്കുള്ളത് സകലതും കൊണ്ടുപോകും. എല്ലാം വിഷ്ണുവിന് കൊടുത്തിട്ട് നീ എങ്ങനെ ആലോചിക്കുന്നത്? അങ്ങനെയുള്ള ദാനങ്ങളൊന്നും ഒരിക്കലും ശാസ്ത്രങ്ങൾ പ്രശംസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുനാഥന് മനസ്സിലായി ഈ വിഷ്ണുവാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തൻ്റെ ശിഷ്യന് എത്രത്തോളം ഭഗവാനിൽ അല്ലെങ്കിൽ
ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ സത്യമാണ് അല്ലേ? സത്യവ്രതം സത്യപരം ത്രിസത്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സത്യത്തിൽ എത്രത്തോളം ഉറപ്പുണ്ട് എന്നുള്ളത് ഗുരുനാഥൻ തന്നെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ പരീക്ഷിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. എത്രത്തോളം വാക്കിന് വില ഉണ്ട് എന്നുള്ളത് ഇപ്പം അറിയാം. അപ്പോൾ പറയുകയാണ് ഗുരുനാഥൻ തന്നെ അതിന് ആ ഒരു വേറെ എത്രത്തോളം ആഴത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളത് വെളിവാക്കാൻ വേണ്ടിയിട്ട് ഗുരുനാഥൻ തന്നെ പറയണു. ഈ പറയുന്ന വാക്കുണ്ടല്ലോ, വാക്ക് എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് ആത്മവൃക്ഷത്തിൻ്റെ ഫലമാണ് എന്നാണ് പറയുന്നത്. വൃക്ഷം തന്നെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പഴം ഉണ്ടാവുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുക തന്നെ വേണ്ട. അതുകൊണ്ട് ദാനം പ്രശംസന്തി അങ്ങനെയുള്ള ദാനങ്ങളൊന്നും ശാസ്ത്രങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏന വൃത്തിർ വിപദ്യതേ, അവനവൻ്റെ ജീവിതവൃത്തിക്ക് തന്നെ വിഘാതമാകുന്ന തരത്തിലുള്ള ദാനങ്ങളൊന്നും ചെയ്യരുത് എന്നാണ്. ലോകത്ത് ദാനങ്ങളൊക്കെ ചെയ്യണം, പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് വേണം ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ എന്നാണ് പറയണത്. പക്ഷേ അങ്ങനെ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരാൾ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ പ്രയോജനപ്പെടുത്തണം എന്നൊന്നും ശാസ്ത്രങ്ങൾ പറയണില്ല. ശാസ്ത്രങ്ങൾ പിന്നെ എന്താ പറയണത്? 5 വിഭജിച്ച് സമ്പത്തിനെ പ്രയോജനപ്പെടുത്തണം എന്നാണ്. പുരുഷാർത്ഥങ്ങളിലെ രണ്ടാമത്തതായിട്ടുള്ള അർത്ഥത്തെ നമ്മൾ ജീവിതത്തിൽ സാധിക്കേണ്ടതാണ്. അർത്ഥമെന്ന് പറയുന്നത് ഭഗവത് ഭക്തി തന്നെയാണ്. എന്നാലും ലൗകികമായ വിഷയങ്ങൾക്ക് വേണ്ടി, വ്യവഹാരങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഈ സമ്പത്ത് ന്യായമായ മാർഗത്തിലൂടെ ആർജിച്ചതായിരിക്കണം. ധാർമ്മികമായ രീതിയിൽ അതിനെ ചെലവാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ധാർമ്മികമായ രീതിയിൽ ചെലവാക്കുമ്പോൾ ഏത് തരത്തിലാണ് ചെലവാക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ധർമായ യശസേർത്ഥായ കാമായ സ്വജനായ ച പഞ്ചധാ വിഭജൻ വിത്തം ഇഹാമുത്ര ച മോദത്തെ. എല്ലാ ദിക്കിലും ഒരേപോലെ പ്രശംസിക്കുന്നത് ഏത് തരത്തിലുള്ള ധനവ്യയത്തെയാണ്? 5 തരത്തിൽ വിഭജിച്ചുകൊണ്ട് ധനത്തെ ചെലവാക്കുന്നതിനെയാണ് എന്ന് പറഞ്ഞു. അതിലാദ്യത്തതാണ് ധർമ്മം. ധർമ്മപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ ഈശ്വരസ്വരൂപമാണെന്നും ഇവിടെ ദുഃഖം അനുഭവിക്കുന്നവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും വിചാരിച്ചും കൊണ്ട് നമ്മൾ എന്തു ചെയ്യുക? ലോകത്തിനെ തന്നെ സേവിക്കുക. കാണപ്പെടുന്ന സകല ജീവജാലങ്ങളും ഈശ്വരസ്വരൂപികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ സ്നേഹിക്കുക. അങ്ങനെ വിഷമം അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഉള്ളിൽ കാരുണ്യം ഉണ്ടാവുക. ആ കാരുണ്യ നിമിത്തം അവരുടെ വിഷമം തങ്ങളുടെ കൂടി വിഷമമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുക. അങ്ങനെ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നമുക്ക് സമ്പത്ത് ചിലവാക്കാം. ധർമ്മത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ മാഹാത്മ്യത്തെ പറയുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചിലവാക്കാം. അതാണ് ആദ്യത്തെ ധർമായ യശസ്സേ. അവനവൻ്റെ യശസ്സിന് വേണ്ടിയിട്ട്, കീർത്തിക്ക് വേണ്ടിയിട്ട് 5 ചിലവാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അർത്ഥായ മുമ്പേ പറഞ്ഞു അല്ലേ, കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തു ചെയ്യണം? 4 ഭാഗവും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കണം. ബാക്കി 1 മാത്രമേ നമ്മൾ എന്തു ചെയ്യാവൂ? സേവിങ്സ് ആയിട്ട് വയ്ക്കാൻ പാടുള്ളൂ. കാരണം ഇതൊക്കെ കൂട്ടി വെച്ചത് കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? കൂട്ടി വെച്ചാൽ തന്നെ അനുഭവിക്കാൻ നമ്മൾ ഇരുന്നോളണമെന്നുണ്ടോ? ഇല്ല. നമ്മുടെ മക്കൾക്ക് സാധിച്ചോളണമെന്നുണ്ടോ? ഇല്ല. മഹാഭാരതം ഒന്ന് നോക്കിയാൽ മതി. മഹാഭാരതത്തിൽ തന്നെ നമുക്ക് കാണാൻ കാളി അല്ലെങ്കിൽ സത്യവതി തൻ്റെ മക്കൾക്ക് രാജ്യാധികാരം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ശന്തനു മഹാരാജാവിനോട് പറഞ്ഞത്. എന്താ? മക്കൾക്ക് രാജ്യാധികാരം കൊടുക്കാം എന്ന് സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ വിവാഹം കഴിക്കൂ എന്ന്. അവസാനം വിവാഹം കഴിച്ചു. മക്കളും ഉണ്ടായി, ചിത്രാംഗതനും വിചിത്രവീരനും. രാജ്യാധികാരം ഉണ്ടായോ? രാജ്യം ഭരിക്കാൻ സാധിച്ചോ? സാധിച്ചില്ല. പിന്നീട് വേദവ്യാസൻ സൃഷ്ടിച്ച പുത്രന്മാരാണ് പാണ്ഡുവും ധൃതരാഷ്ട്രനും. അവർക്ക് രാജ്യം ഭരിക്കാൻ സാധിച്ചോ? ഇല്ല, സാധിച്ചില്ല. പാണ്ഡു കുറച്ച് കാലം ഇരുന്നു, പക്ഷേ അപ്പോഴേക്കും ശാപമൊക്കെ കിട്ടി, അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞു. പിന്നെ ധൃതരാഷ്ട്രരാണ് രാജ്യം ഭരിക്കാൻ ബാധ്യസ്ഥനായത്. ധൃതരാഷ്ട്രർക്കും സാധിച്ചില്ല. ധൃതരാഷ്ട്രയുടെ പുത്രനായിട്ടുള്ള ദുര്യോധനും മനസമാധാനമായിട്ടിരുന്ന് രാജ്യം ഭരിക്കാൻ സാധിച്ചില്ല. അവസാനം ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഉടമയായിരിക്കുന്ന ഭീഷ്മര് നിനക്ക് ഭംഗിയായിട്ട് രാജ്യം ഭരിക്കാൻ സാധിക്കട്ടെ എന്ന് തൻ്റെ പൗത്രനെ അനുഗ്രഹിച്ചപ്പോൾ കുറച്ച് കാലം ആ യുധിഷ്ഠിരന് ഭംഗിയായിട്ട് രാജ്യം ഭരിക്കാൻ സാധിച്ചു. പിതൃപൈതാമഹം ആയിട്ടുള്ള രാജ്യം ഭരിച്ചു എന്നൊക്കെയാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ വേണ്ട പോലെ അനുഗ്രഹിച്ച് നിനക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു കൊടുത്തപ്പോൾ അത് അനുഭവിക്കാൻ സാധിച്ചു. അല്ലാതെ കണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സമ്പത്ത് മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതും കൂടി നമുക്ക് ഭാവിക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിച്ച് വെക്കുന്നതിൽ ഒരർത്ഥമില്ല. ഇതൊന്നും അനുഭവിക്കാൻ പറ്റിക്കൊള്ളണമെന്ന് ഒരു ഉറപ്പുമില്ല. സമ്പത്തുള്ളവർ പോലും ഈ പല ദുരന്തങ്ങളും ഉണ്ടായ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കയ്യും നീട്ടി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. കാശിഷ്ടം പോലെ ഉണ്ട്. എവിടെയാ? ബാങ്കിലാണ്.
എങ്ങനെ എടുക്കും? എടുത്താൽ തന്നെ സാധനം കിട്ടുന്ന എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. അപ്പം ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് പിന്നെ എന്താ ഉണ്ടായേ? ഇതൊക്കെ കൂട്ടി വെച്ചുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? എന്നാൽ ധർമ്മബോധമുള്ള കുറച്ച് മനുഷ്യരിവിടെ ജീവിച്ചിരുന്നത് കൊണ്ട് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പം ഈ കൂട്ടി വെക്കുന്നതിലൊന്നും ഒരർത്ഥമില്ല. കൂട്ടിക്ക് വെക്കണ്ടെന്നല്ല പറയണത്. 1/5 വേണ്ടൂ. അതിൽ കൂടുതലായാൽ പുറമേ നിന്നല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. പ്രായമുള്ളവരോട് ചോദിച്ചൊക്കെ അറിയാം അല്ലേ? എത്ര കാലം മക്കൾ നോക്കും? ഒപ്പിടുന്നത് വരെ മക്കൾ നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറപ്പുമില്ല. എപ്പോഴാ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയുക, അച്ഛാ കുറേ കാലം ആയില്ലേ ഗുരുവായൂർ പോകണമെന്ന് പറയണു, തയ്യാറായിക്കോളും. ഇന്നേ വരെ തിരിഞ്ഞ് നോക്കാത്ത മകൻ ഗുരുവായൂർ കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മമാർക്ക് വലിയ സന്തോഷമാണ്. അവർ ഒരുങ്ങി പുറപ്പെടുക. അവിടെ ചെന്നാലോ ഗുരുവായൂരപ്പന് കാണിക്കായിട്ട് അച്ഛനെ അമ്മ അവിടെ ഇട്ട് പോരും. കുരരപക്ഷിയെ കണ്ട് പഠിക്കാനാണ് ഭാഗവതം പറയുന്നത്. കയ്യിൽ കൂട്ടി പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഉപദ്രവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ കയ്യിൽ നിന്നുള്ളതായ ആ പിടിയോട് വിട്ട് കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് പിന്നെ ഉപദ്രവം തീരുകയും ചെയ്യും. പക്ഷേ പലരും ഇത് കൂട്ടിപ്പിടിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം ഓർത്തിട്ടാട്ടോ, വഴി കിടക്കാൻ വയ്യ, ഇത് അവനവൻ്റെ പേരിലുള്ളിടത്തോളം കാലമെങ്കിലും അവനവൻ്റെ വീട്ടിൽ കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇത് കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്. അത് വേറെ കാര്യം. എന്നാലും മനസ്സിലാക്കുക, അർത്ഥം കൂട്ടി വയ്ക്കുന്നിടത്തോളം കാലം അനർത്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. 3 തരത്തിലാത്രേ ഈ സമ്പത്തിൻ്റെ ഗതി. ദാനം ഭോഗോ നാശസ്തിസ്രോ ഗതയോ ഭവന്തി വിത്തസ്യ യോ ന ദദാതി ന ഭുങ്ക്തേ തസ്യ തൃതീയ ഗതിർഭവതി എന്നാണ്. ദാനം ഭോഗം നാശം 3 ഗതിയാണ് സമ്പത്തിനുള്ളത്. ഒന്നിൽ ഇതിനെ എന്ത് ചെയ്യണം? ആർക്കെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ അവൻ അനുഭവിക്കണം. ഇത് രണ്ടും ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതവസ്ഥയാണ് വരിക? 3ാമത്തെ അവസ്ഥയാണ്, നാശം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറയണം. അപ്പോൾ ഈ 3ാമത്തതും പറഞ്ഞു കൊടുത്തു. അർത്ഥായ, പിന്നെ കാമായ, അവനവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണ്ടേ? കുറച്ചൊക്കെ ധാർമ്മികമായിട്ടുള്ള, എല്ലാം നല്ല കേട്ടോ, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണം എന്നൊക്കെ വിചാരിച്ച് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും അല്ല, ധാർമ്മികമായ ന്യായമായ ആഗ്രഹങ്ങൾ കുറേയൊക്കെ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് 5-1 ചിലവാക്കാം. സ്വജനായ ച, നമ്മളൊരു സ്ഥലത്ത് വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വന്ന് പിടിച്ചെണീപ്പിക്കേണ്ടത് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെയാണ്. അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? വേണം. അതിനു വേണ്ടിയിട്ട് ചിലവാക്കണം. നമ്മളെ വളർത്തിയ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവർക്കൊക്കെ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു പങ്ക് നമ്മൾ കൊടുക്കണം. അത് അവരോടുള്ളതായ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കൊടുക്കലിലാണോ സ്നേഹം ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. കൊടുക്കലിലും കുറച്ച് സ്നേഹമുണ്ട്. ഒരാൾ വിഷമിക്കുന്നത് കാണുമ്പോൾ ആ സന്ദർഭത്തിൽ അവർക്ക് വേണ്ട സമയത്ത് വേണ്ട ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതൊരു സ്നേഹത്തിൻ്റെ സൂചന തന്നെയാണ്. അതിനും നമുക്ക് സാധിക്കണം. ഇങ്ങനെയൊക്കെ വേണം അവനവന് കിട്ടുന്ന സമ്പത്ത് ചിലവാക്കാൻ. അല്ലാണ്ട് ആരെങ്കിലും ഒരാൾ വന്നു ചോദിച്ചു, ആവൂ എന്തൊരു തേജസ്, മുഴുവൻ അദ്ദേഹത്തിന് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നതിൽ ഒരർത്ഥമില്ല എന്ന് ആ വാമന ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു. ഒരു മാറ്റമില്ല മഹാബലിയുടെ വാക്കിനെന്ന് പറഞ്ഞു. അത് ഞാൻ പറയാം. ഇനി വേറൊന്നും കൂടി മനസ്സിലായിക്കോളും. എല്ലാ സമയത്തും ഓം ഓം എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ ചെയ്തു പോയതല്ലേ, വാക്ക് പറഞ്ഞു പോയതല്ലേ, അതുകൊണ്ട് അതങ്ങനെ തന്നെ നടക്കട്ടെ, അതില്ല. വാക്കും വേണമെങ്കിൽ തെറ്റിക്കാം എന്നൊക്കെയാണ് പറയണത്. വാക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്നത് വാക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് മാറ്റാം എന്ന് പറയും. ഏതൊക്കെ സന്ദർഭത്തിലാണ്? സ്ത്രീകളോട് പറയാം. സ്ത്രീകൾ വെച്ചാൽ പെണ്ണ് എന്നുള്ള അർത്ഥത്തിലല്ല. സത്വരജസ് തമോ ഗുണങ്ങൾക്കനുസരിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും, മനസ്സ് ചാഞ്ചാടുന്ന ഒരാളോട് ഒരു കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അങ്ങാടിപ്പാട്ടായിട്ട് തീരും. അപ്പോൾ മനഃചാഞ്ചല്യമുള്ള വ്യക്തികളോട് ചില കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ആ സന്ദർഭത്തിൽ വേണമെങ്കിൽ എന്തു ചെയ്യാം? നോണം പറയാം. പിന്നെ തമാശയായിട്ടോ വിവാഹ കാര്യത്തിലൊക്കെ പറയാമെന്നൊക്കെയാണ് പറയണത്. എത്രത്തോളം പ്രാവർത്തികമാകുമെന്നൊന്നും അറിയില്ല. പിന്നെ വൃത്യർത്ഥേ, അവനവൻ്റെ ജീവിത വൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ല, എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല. ഇതൊക്കെ വലിയ ആന നോണ പറയണ കാര്യമൊന്നല്ല പറയണത് കേട്ടോ. ചെറിയ കാര്യങ്ങളിലൊക്കെ ചെറിയ ഇതൊക്കെ വേണമെങ്കിൽ പറയാം എന്നാണ് പറയണത്. പ്രാണസങ്കടേ, മരണം മുമ്പിലെത്തുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണാർത്ഥേ, ഗോ ശബ്ദത്തിന് ധർമ്മം എന്നർത്ഥം. ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ട്, ബ്രാഹ്മണാർത്ഥേ സജ്ജനങ്ങളെ പരിപാലിക്കാൻ വേണ്ടിയിട്ട്, ഹിംസായാം ഒരാളെ ഉപദ്രവിക്കുക. അങ്ങനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ, ഒരാളെ എന്നല്ല ഏതിനെയും, മൃഗങ്ങളെ ആയാലും പക്ഷികളെ ആയാലും ഒക്കെ അങ്ങനെ ഉപദ്രവിക്കുന്നത് കാണുന്ന സമയത്തെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക്
അനൃതം പറയാം, നുണ പറയാം, അല്ലാത്ത സമയത്തൊന്നും നുണ പറയാൻ പാടില്ല എന്നൊക്കെയാണ്. ഇങ്ങനെ ധർമ്മശാസ്ത്രങ്ങൾ പോലും പറയുന്നുണ്ട് എന്നൊക്കെ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തിട്ടും മഹാബലിക്ക് ഒരു മാറ്റം ഉണ്ടായില്ല. ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു ഭഗവാന് കൊടുക്കാം. ഭഗവാനാണെങ്കിൽ സന്തോഷമുള്ളൂ. സാക്ഷാൽ ശ്രീനാരായണന് ഒരു ദാനം കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്നതാണോ? അതുകൊണ്ട് ഭഗവാന് ഞാൻ ദാനം കൊടുക്കും, എല്ലാം കൊടുക്കും എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞതോട് കൂടിയിട്ട് ശരി, എൻ്റെ സകല ഐശ്വര്യവും നശിച്ചു പോട്ടെ എന്നൊരു ശാപം. ഗുരുനാഥൻ കരുതി കൂട്ടിയിട്ടൊന്നല്ല. പിന്നെയോ ഈ സമ്പത്തിരിക്കുന്നിടത്തോളം കാലം ഭഗവാനാകുന്ന സമ്പത്ത് കിട്ടില്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കൂട്ടുകാരും ഒരു സമ്പത്തും ഇല്ലാത്തവരാ. എൻ്റെ കൂട്ടുകാരൊക്കെ ദരിദ്രനാരായണന്മാരാണ്. ഞാനും നാരായണനാണ്, കൂട്ടുകാരോ ദരിദ്രനാരായണന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ രുക്മിണീദേവി പറയുന്നത് കേൾക്കാം, ശരിയാ. സമ്പത്തുള്ളവർ പോലും എന്ത് ചെയ്യുന്നു? സമ്പത്തിനെ വലിച്ചെറിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെടുന്നു എന്നാണ്. അപ്പോൾ സമ്പത്തില്ലാണ്ടാവുമ്പോൾ ഭഗവാനാകുന്ന സമ്പത്ത് കിട്ടും. അതുകൊണ്ടാണ് കുന്തിദേവി പ്രാർത്ഥിച്ചു, നമോ അകിഞ്ചനവിത്തായ. അകിഞ്ചനവിത്തനാണ് ഭഗവാൻ. അകിഞ്ചനന്മാർക്ക് ഒന്നുമില്ലാത്തവർക്ക് സമ്പത്ത് എന്ന് പറയാൻ ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവന് വേഗം തന്നെ ഭഗവത് ഐശ്വര്യം ലഭിക്കട്ടെ, ഭഗവാൻ അനുഗ്രഹം ലഭിക്കട്ടെ വിചാരിച്ചിട്ടാവും അദ്ദേഹം വേഗം തന്നെ പറഞ്ഞു, നിൻ്റെ ഐശ്വര്യം നശിച്ചു പോട്ടെ എന്ന്. ഒരു മാറ്റം ഉണ്ടാവില്ല, വാക്കിന് മാറ്റം ഉണ്ടാവില്ല. അത് ഉറപ്പിച്ചു. മഹാബലി വിന്ധ്യാബലിയോടുകൂടി ഭഗവാന് ദാനം ചെയ്തു. ഓം തത് സത് എന്നങ്ങോട്ട് പറയേ വേണ്ടി വന്നുള്ളൂ. ഭഗവാൻ അങ്ങോട്ട് വളർന്നു തുടങ്ങിയെന്നാണ്. ത്രിവിക്രമനായി തീർന്ന ഭഗവാൻ ഒരടി കൊണ്ട് ഊർധ്വലോകങ്ങളെ, ഒരടി കൊണ്ട് അധോലോകങ്ങളെ വളർന്നെടുത്തു. ഭഗവാൻ ഊർധ്വലോകങ്ങളെ അളക്കാൻ വേണ്ടി തൻ്റെ പാദങ്ങൾ ഉയർത്തിയ സമയത്ത് ബ്രഹ്മാണ്ടം പൊട്ടിയ പാദങ്ങൾ ബ്രഹ്മലോകത്ത് എത്തിച്ചേർന്നു. ബ്രഹ്മദേവൻ തൻ്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് ഭഗവാന്റെ പാദങ്ങൾ കഴുകി. ആ പാദതീർത്ഥം അവിടെ നിന്ന് അങ്ങനെ ഒഴുകി ധ്രുവൻ്റെ ശിരസിൽ വീണു. അവിടെ നിന്ന് പിന്നീട് ആകാശഗംഗയായിട്ട് ഒഴുകി അവസാനം ഭൂമിയിലെത്തി. നമ്മുടെ ഈ ഭാരതീയ ഭൂമിയെ പോലും ശുദ്ധീകരിച്ചുകൊണ്ട് അളകനന്ദ തുടങ്ങിയതായിട്ടുള്ള പേരുകളിൽ ഇവിടെ അങ്ങനെ ഒഴുകുന്നു എന്ന് പറയാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഗംഗയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. എന്താ? ഭഗവാന്റെ പാദം കഴുകി വരുന്ന ആ തീർത്ഥമാണ് ഗംഗ എന്ന് ഭാരതീയർ സങ്കല്പിക്കുന്നു. ജാമ്പവാൻ എന്ന് പറയുന്നതായ ഋക്ഷരാജൻ ഭഗവാന്റെ മാഹാത്മ്യത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഭൂമിക്ക് പ്രദക്ഷിണം വെച്ചു എന്നാണ്. 21 വട്ടം പെരുമ്പറ മുഴക്കി ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ വളർന്നു നിന്നു. രണ്ടടി വളർന്നതിന് ശേഷം പിന്നീട് വീണ്ടും പഴയതുപോലെ അങ്ങോട്ട് മാറി, ചെറിയ കുട്ടിയായിട്ട് മാറി. എന്നിട്ട് ബലിയോട് ചോദിക്കുക, ബലി ഇനി എന്താ വേണ്ടത്? ഭഗവാൻ ആ രൂപത്തിൽ ത്രിവിക്രമനായിട്ട് നിന്നപ്പോൾ അടുക്കാൻ വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അസുരന്മാർക്ക്. വീണ്ടും ചെറിയ കുട്ടിയായപ്പോൾ തോന്നി, എന്നാൽ ഇനി ഒന്ന് ഭഗവാനോടൊന്ന് കോർത്ത് നോക്കാം എന്ന്. അവരൊക്കെ കൂടിയിട്ട് നമ്മുടെ രാജാവിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണെന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാണ്. മഹാബലി അവരോട് പറഞ്ഞു, മാറി നിൽക്കൂ, ഇതാരാ? ഭഗവാനാ. ഭഗവാന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മാറി നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും മാറി നിന്നു. ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ നമസ്കരിക്കുക. ഭഗവാനെ, ലോകനാഥനായ അവിടുത്തെ ആ തൃപ്പാദങ്ങൾ, യദ്ദേവദേവോ ഗിരിശശ്ചന്ദ്രമൗലി, ചന്ദ്രമൗലിയായിരിക്കുന്ന ശ്രീപരമേശ്വരനും അതുപോലെ തന്നെ ബ്രഹ്മാവ് പോലും നമിക്കുന്നതായിട്ടുള്ള ആ പാദങ്ങൾ എൻ്റെ ശിരസിൽ വെച്ച് 3ാമത്തെ അടി അളന്നോളണേ. എൻ്റെ വാക്കിന് ഭംഗം വരരുതേ, എൻ്റെ വാക്കിനെ സംരക്ഷിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാന് പിന്നെ സംശയമൊന്നുമില്ല. ഭഗവാന്റെ വാക്കിനേക്കാളും വലുത് ആരുടെ വാക്കാ? ഭക്തന്മാരുടെ വാക്ക. സ്വനിഗമം അപഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തും അവപ്ലുതോരഥസ്ഥ എന്ന് ഭീഷ്മര് സ്തുതിച്ചത് നമ്മൾ കേട്ടതാണ്. തൻ്റെ പ്രതിജ്ഞയെ വേണ്ടാന്ന് വെച്ചാലും വേണ്ടില്ല, ഭക്തൻ്റെ പ്രതിജ്ഞ തെറ്റരുത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഭഗവാൻ. ഭഗവാൻ ദാ ലോകനാഥന്മാർ പോലും വന്ദിക്കുന്നതായിട്ടുള്ള ആ പാദപത്മങ്ങൾ ആ ബലിയുടെ ശിരസിൽ വെച്ചു. ഉത്തമാംഗമായിട്ടുള്ള ആ ശിരസ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച ബലി കൃതകൃത്യനായിട്ട് തീർന്നു എന്ന് പറയാം. ഈ അഹങ്കാരം ഉണ്ടാവുമ്പോൾ എപ്പോഴും ഉയർന്നുയർന്നു വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവ? ശിരസാണ് അല്ലേ? അഹങ്കാരം വരുംതോറും ഒന്നങ്ങോട്ട് ഞെളിയും, വീണ്ടും അങ്ങോട്ട് ഞെളിയും. അങ്ങനെ ഞെളിഞ്ഞിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം പോകാനുള്ള വഴി ഭഗവാനെ ആശ്രയിക്കൽ മാത്രം. ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ, അഹങ്കാരമാകുന്ന ഈ കാളിയനെ നമ്മുടെ ഉള്ളിൽ അടക്കി നിർത്തണേ. അതിന് ഭഗവാൻ തന്നെ വിചാരിക്കണം. പൂർണ്ണമായിട്ടൊന്നും പോയിക്കൊള്ളണമെന്നൊന്നുമില്ല. കാരണം 24 തത്വത്തിലൊന്നും ഈ അഹങ്കാര തത്വം തന്നെയാണ്. അത് ഞാനുണ്ടെന്നുള്ള ബോധം എന്നൊക്കെ പറയും വെച്ചാലും അതിലൂടെ കുറച്ചൊക്കെ നമുക്ക് ഈ കർത്തൃത്വ ഭോക്തൃത്വ ഭാവമൊക്കെ വരും. അത് വരുംതോറും വീണ്ടും ശിരസ് അങ്ങനെ ഉയർന്നും വരും. അപ്പോൾ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക, ഭഗവാനെ, ഈ പാദപത്മങ്ങൾ എന്നും എൻ്റെ ശിരസിൻ്റെ മുകളിൽ ഉണ്ടാവണേ. തല അങ്ങനെ പൊന്തിക്കാൻ തോന്നിയാൽ ഭഗവാൻ അങ്ങോട്ട് താഴ്ത്തിക്കാം.
എല്ലാത്തിനെയും ഭഗവാന്റെ പാദത്തിൽ വെച്ച് ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കണം ഈ മഹാബലിയെ പോലെ. എന്തൊക്കെ ജീവിതത്തിൽ വന്നോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, ഇതൊക്കെ ഭഗവാൻ ഇത് തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ചെയ്യുന്ന പരീക്ഷണങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് ഭഗവാന്റെ കാൽക്കൽ നമ്മുടെ ശിരസ് സമർപ്പിക്കാൻ, നമിക്കാനുള്ളൊരു അവസരം നമുക്കുണ്ടാവണം. പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു അവസരം ഉണ്ടാവണേ ഭഗവാനെ. മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിച്ചു. അപ്പോഴേക്കും പ്രഹ്ലാദൻ അവിടെ എത്തിച്ചേർന്നു. പ്രഹ്ലാദൻ പറയുക ഭഗവാനോട്, എൻ്റെ പേരക്കുട്ടിയാണ് ഭഗവാനെ, കൊല്ലരുത്. എന്താ പ്രഹ്ലാദൻ അങ്ങനെയൊക്കെ പറയണത്? പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ച ഒരാളെ ഞാൻ കൊല്ലേ? അവന് ലേശം ഒരു ദർപ്പുണ്ടായിരുന്നു, അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് അവനെയാണ് എന്ന് മാത്രമല്ല, സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം, സ്വർഗത്തിലുള്ളവർ പോലും എത്താൻ ആഗ്രഹിച്ചിരിക്കുന്നതായിട്ടുള്ള സുതലത്തിലേക്കാണ് ഇനി ഞാൻ അവനെ പറഞ്ഞു വിടാൻ പോണത് എന്നാണ്. അവിടെ എന്നെ എന്നും കാണാൻ സാധിക്കും, ഞാൻ അവിടെ അവൻ്റെ കാവൽക്കാരനായിട്ട് അവിടെ ഉണ്ടാവും എന്നാണ് പറയണത്. ഇങ്ങനെ ഭക്തദാസനായിരിക്കുന്ന ഭഗവാൻ ഇപ്പോഴും സുതലത്തിൽ അവിടെ ഭഗവാൻ മഹാബലിയുടെ കാവൽക്കാരനായിട്ട് നിൽക്കണമെന്നാണ്. കാവൽക്കാരനായിട്ട് ഭക്തൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഭഗവാൻ ഒരു മടിയില്ല. ആ ഭഗവാനെ പറ്റിയിട്ടാണ് നമ്മൾ പറയണത് ബൂർഷയാണെന്നൊക്കെ, അല്ലേ? എത്ര ആൾക്കാരത് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണേ. എത്രയോ സപ്താഹ യജ്ഞങ്ങളിലും മറ്റ് ആധ്യാത്മിക സത്സംഗങ്ങളിലും ആചാര്യന്മാർ പറഞ്ഞ് ഈ തെറ്റിദ്ധാരണ കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അത് അംഗീകരിക്കാൻ മടിയില്ലാത്തവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. എത്ര ആൾക്കാരാണ് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അല്ലേ? ഭഗവാൻ ആരെയും അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ മതി. സാമാന്യ യുക്തി വെച്ചിട്ട് ഒരാളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുക, ഇതെന്താ? എങ്ങനെ താഴ്ത്താൻ പറ്റുക? സുതലത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. സുതലത്തിൽ പോയിട്ട് മഹാബലി ഇപ്പോഴും അവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞു. മഹാബലിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന സമയത്ത് ശുക്രാചാര്യർ വന്ന ഭഗവാനോട് പറയുക, ഭഗവാനെ ഈ യജ്ഞം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പൂർണ്ണമായി തീർന്നിരിക്കണം. ഭഗവാൻ പറഞ്ഞു, പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമാക്കിയിട്ടേ ഞാൻ പോകണുള്ളൂ. അയ്യോ, അങ്ങനെ പൂർണ്ണമാകാനൊന്നുമില്ല, കാരണം പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ് ശുക്രാചാര്യർ പറയുന്നത്. മന്ത്രതസ്തന്ത്രതശ്ഛിദ്രം ദേശകാലാർഹ വസ്തുത സർവം കരോതി നിശ്ഛിദ്രം നാമസങ്കീർത്തനം തവാണ്. മന്ത്രതന്ത്രാദികളിലൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ദോഷങ്ങൾ പോലും മാറാൻ എന്ത് ചെയ്യാറുണ്ട്? ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാറുണ്ട്. സന്ധ്യാവന്ദനം കഴിക്കുമ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ അത് ക്ഷമിക്കണേ ഭഗവാനെ, ആ പാകപ്പിഴ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവസാനം ഒരു 108 നാരായണൻ നമഃശിവായം ജപിക്കും. നാമം ജപിച്ചാൽ തന്നെ സകല പാപങ്ങളും തീരുവന്നിരിക്കുക നാമിയായിട്ടുള്ള ഭഗവാൻ ഒരു യാഗത്തിൽ എത്തിച്ചേർന്നു എന്ന് വെച്ചാൽ അതിൽ പരം പിന്നെ യാഗം പ്രത്യേകിച്ച് പൂർത്തിയാക്കാനൊന്നുമില്ല. പക്ഷേ ഭഗവാന്റെ വാക്ക് ധിക്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് അവിടെ വെച്ച് ആ ശുക്രാചാര്യരുടെ യജ്ഞം പൂർത്തിയാക്കി ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചു. മഹാബലി ഇപ്പോഴും ഭഗവാന്റെ ആ അനുഗ്രഹത്തോടു കൂടി ഭഗവാൻ ആ പറഞ്ഞ സ്ഥലത്ത് സുതലത്തിൽ സുഖമായിട്ട് വസിക്കുന്നു എന്നും പറയണം. ഇവിടെ എവിടെയും കേരളത്തിലെ കഥയൊന്നും പറയണില്ല കേട്ടോ. അത് തന്നെയല്ല, കേരളമൊക്കെ ഉണ്ടായത് പിന്നെ എപ്പോഴാണ്? കുറേ കാലങ്ങൾക്ക് ശേഷം. കേരളം പരശുരാമനാണ് ഉയർത്തിക്കൊണ്ട് വന്നത് എന്നാണ് പറയുക. പരശുരാമൻ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് മുങ്ങിക്കിടന്ന സാധനം പൊക്കിയെടുക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ഓര് നിറഞ്ഞ ഭൂമിയായിരുന്നു കേരളം എന്നാണ് പറയുന്നത്. കൃഷിക്ക് യോഗ്യമല്ലായിരുന്നു. അത് കൃഷിയൊക്കെ ചെയ്ത് ഇവിടെ കുറേ ആളുകൾക്ക് താമസിക്കാൻ പാകത്തിന് ഇതിനെ തയ്യാറാക്കി എന്നുള്ളതാണ്. അതും ഇന്നത്തെ കേരളം അല്ലേ. കന്യാകുമാരി മുതൽ പരന്ന് കിടക്കുക ഗോകർണം വരെ. ഇപ്പോഴും നമുക്ക് പോയാൽ അറിയാം, ഗോകർണം വരെയുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളുടെയൊക്കെ മാതൃക ഇപ്പോഴും കേരളത്തിലെ പോലെ തന്നെയാണ്. ബലിവട്ടത്തോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. എന്തിനും ശിവേലി പോലും നടക്കുന്ന അമ്പലങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. വേറെ എവിടെയും പോയാൽ കാണാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഒരു അമ്പലം ഉള്ളത് ഉത്തർപ്രദേശിലാണ്. വൃന്ദാവനത്തിൽ തന്നെ ഒരു അമ്പലമുണ്ട്, ഒരു രംഗനാഥൻ്റെ അമ്പലം. ഇതേപോലെ തന്നെ ബലിവട്ടത്തോട് കൂടിയിട്ടൊക്കെയുള്ള അമ്പലം. അപ്പോൾ കേരളീയ മാതൃകയിലുള്ള ക്ഷേത്രങ്ങളാണ് ഈ ഗോകർണം വരെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ചരിത്രമൊന്നും ഇവിടെ ഭാഗവത്തിൽ പറയുന്നില്ല. എങ്കിലും ഈ വാമനാവതാര ചരിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ഈ വിത്തേഷണ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത്. സമ്പത്തുണ്ടായാൽ കൊള്ളാൻ തോന്നും, സമ്പത്തുണ്ടായത് വർദ്ധിപ്പിക്കണമെന്നും തോന്നും, അതിനെ ആരും കൊണ്ടോ അത് പരിപാലിക്കണമെന്നും നമുക്ക് തോന്നും. പക്ഷേ ഭഗവാനോട് ഇത് സത്യം മനസ്സിലാക്കുക, ഇത് എത്ര സമ്പാദിച്ചാലും ഇതൊക്കെ ദുഃഖത്തിന് മാത്രമേ ഹേതുവാവുള്ളൂ എന്നും ഇതിനെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിച്ചാൽ അതോടുകൂടി നമുക്ക് ആ ഭഗവത് പദം കൈവരും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഈ മഹാബലിയെപ്പോലെ ഭഗവത് പാദത്തിൽ സകലതിനെയും സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഗൃഹസ്ഥ ജീവിതമൊക്കെ നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവുന്ന സമ്പത്ത് ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് വേണം സമ്പത്ത് ചിലവാക്കാൻ. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞപ്പോൾ തന്നെ കശ്യപൻ്റെ വാക്കുകളിലൂടെ ഗൃഹസ്ഥധർമ്മത്തിൻ്റെ മാഹാത്മ്യമൊക്കെ നമുക്ക് പറഞ്ഞു കേൾപ്പിച്ചത്. ഗൃഹസ്ഥധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്നും അതുകൊണ്ട് എങ്ങനെ ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം എന്നുള്ളത്.
വർണ്ണാശ്രമധർമ്മങ്ങളെയൊക്കെ വേണ്ട പോലെ അനുഷ്ഠിക്കാൻ പറയണത് അതിനു വേണ്ടിയിട്ടാണ്, ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ നിഷ്ഠ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമ്പത്തൊക്കെ ഈശ്വരൻ തന്നതാണ്, ഞാനിതിൻ്റെ വെറും ഒരു കാവൽക്കാരൻ മാത്രം. കുറച്ച് കാലത്തേക്ക് ഭഗവാൻ ഉപയോഗിക്കാൻ എനിക്ക് തന്നു. ഇനി ഇത് കഴിഞ്ഞാലോ? ഇത് കഴിഞ്ഞാൽ ഭഗവാന് തോന്നുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാം. അതിപ്പോൾ ഏതായാലും, സമ്പത്തായാലും മക്കളായാലും അതുപോലെ തന്നെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും, ഇതൊന്നും ശാശ്വതമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണതല്ല. എന്തിന് ഈ ശരീരം പോലും നമുക്ക് ശാശ്വതമായിട്ട് തന്നിരിക്കുന്നതല്ല. കുറച്ച് കാലത്തേക്ക് നമ്മുടെ പുണ്യപ്രാരബ്ധങ്ങൾ പാപപ്രാരബ്ധങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. ഈ ശരീരം പോലും ഒരു ബന്ധനമാണ് എന്നാ പറയുന്നത് അല്ലേ. പൊന്നിൻ ചങ്ങല ഇരുമ്പിൻ്റെ ചങ്ങലയെന്നൊക്കെയാണ് ജ്ഞാനപ്പാനയിൽ പറയണത്. പുണ്യുണ്ടെങ്കിൽ അത് പൊന്നിൻ ചങ്ങല, ഈ പാപമുണ്ടെങ്കിൽ അത് ഇരുമ്പിൻ്റെ ചങ്ങല. രണ്ടായാലും ഒരുപോലെയാണ് ഫലത്തിൽ. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്നാ പറയും. അപ്പോൾ ഈ പുണ്യപ്രാരബ്ധങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു ബന്ധനമാണ് ശരീരം. ശരീരവും കുറേ കാലം കഴിഞ്ഞാൽ ജീർണിക്കും, അതും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ശരീരത്തിലും അഭിമാനിക്കാൻ പാടില്ല, സമ്പത്തിലും അഭിമാനിക്കാൻ പാടില്ല. ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളത് തിരിച്ചറിയുക. അതാണ് മായ. മായയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ. മായ നമ്മളെ കൊണ്ടുപോയി വട്ടം കറക്കണമെന്നൊക്കെ പറയുമ്പോൾ മായ ഒന്നും ഇല്ലാത്തതാണെന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ബോധിച്ചോളണമെന്നില്ല. ഭ്രമമാണ് മായ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ബോധിക്കാത്തിടത്തോളം കാലം എന്ത് മനസ്സിലാക്കുക? ആദ്യത്തിലും അവസാനത്തിലും ഇല്ലാത്തതും ഇടയ്ക്ക് ഉണ്ടെന്ന് തോന്നപ്പെടുന്നതുമായ സകല വസ്തുക്കളും മായയാണ് എന്ന്. കാണുന്നതൊക്കെ നശിച്ചു പോകുന്നതാണ്. നശിക്കാത്തതായ ഒരേ ഒരു വസ്തു ഈശ്വരൻ മാത്രമാണ്. ആ ഈശ്വരനെ സർവാത്മന ആശ്രയിക്കുന്നത് കൊണ്ടും ആ ഈശ്വരനിലുള്ള പരമ പദത്തിലുള്ളതായ ഭഗവത് പാദത്തിലുള്ളതായ ഭക്തി കൊണ്ടും നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതും ഇവിടെ ആ വാമനാവതാര ചരിത്രത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരണു. മഹാബലി നമുക്ക് കാണിച്ചു തരണു. ആ മഹാബലി എന്ന് പറയുന്നതായ പരമഭക്തൻ, ആ പരമഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വാമനാവതാരം സ്വീകരിച്ചത്. അതുകൊണ്ടാവാം വാമന ജയന്തിയോടനുബന്ധിച്ച് നമ്മൾ ആ മഹാബലിയെയും സ്മരിക്കുന്നത്. സ്വതേ അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം അല്ലേ. എല്ലാ ഭക്തന്മാരെയും നമ്മൾ അനുസ്മരിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നാരായണീയ ദിനം, അതുപോലെ തന്നെ കുചേല ദിനം, സുധാമാചരിതമൊക്കെ വായിച്ച ആൾക്കാരില്ലേ, വായിച്ചിട്ടുണ്ടാവില്ലേ ഇല്ലേ? ഇതൊക്കെ നമ്മൾ അനുസ്മരിച്ചു. ഇതൊക്കെ അനുസ്മരിച്ച് എന്തുകൊണ്ടാണ്? ഭഗവത് ഭക്തന്മാർക്ക് നമ്മൾ അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം ഭഗവാൻ തന്നെ പറയണു, സാധവോ ഹൃദയം മഹ്യം, എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് സാധുക്കളാണ്, സജ്ജനങ്ങളുടെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവത് സ്വരൂപികൾ തന്നെയാണ്, ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്, ഭഗവത് തനു എന്ന് പറയും, ഭഗവത് തനുക്കൾ തന്നെയാണ്. ഭഗവാന്റെ മറ്റൊരു ശരീരമാണ് ആര്? സജ്ജനങ്ങൾ. ആ സജ്ജനങ്ങളെയും സ്മരിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അതുകൊണ്ടാവാം മഹാബലിയെയും ആ സമയത്ത് നമ്മൾ സ്മരിക്കുന്നത്. ഏതായാലും ഇതൊക്കെ ഭഗവത് പാദത്തിൽ സമർപ്പിച്ച് ധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഭഗവാൻ നമുക്ക് അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു. എന്തെങ്കിലും നല്ല കാര്യം പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുനാഥന്മാരുടെ അനുഗ്രഹം. ഇനി എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പൊട്ടത്തരം എന്ന് വിചാരിക്കുക. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. തുദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ. തേന ത്വദംഘ്രികമലേ രതിം മേ യച്ഛ ശാശ്വതീം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സത്.